ഭഗവത്ഗീതയുടെ മധ്യഭാഗം എന്ന് പറയാം. 9, 9, 10. 9നെയാണ് പ്രധാനമായിട്ട് പറയാറുള്ളത്. ഒരു വളരെ ഏകർന്ന ഒരു സ്റ്റേജിലേക്ക് വരികയാണ് ഇപ്പോൾ ഇത്. കാരണം ഇവിടെ രാജവിദ്യ എന്നതിനെ പറയാൻ പോകുന്നത്. ഇതിന് ഈ ഒരു പ്രത്യേകത പറയാറുള്ളത്, ഗീതയ്ക്ക് വ്യാഖ്യാനം പലരും എഴുതിയിട്ടുണ്ടെങ്കിലും പ്രസിദ്ധമായ വ്യാഖ്യാനം ജ്ഞാനേശ്വരുടെയാണ്. ഏകദേശം 9,000 ഓവ എന്നാ പറയുക ശ്ലോകങ്ങളാണ് ഈ 700 ശ്ലോകത്തിന് അധികമുണ്ടെങ്കിലും. അതും 19 വയസ്സായിട്ടില്ല, 17 ആ കാലത്താണ് എഴുതിയത്. അദ്ദേഹം ദേഹം ഉപേക്ഷിക്കുക, അവർ മരിക്കുകയല്ല, ദേഹം ഉപേക്ഷിക്കണം. അപ്പോൾ ഈ 9ാം അധ്യായം ചൊല്ലിയിട്ടാണ് അത്രേ ദേഹത്യാഗം ചെയ്തത് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പം അത്രയും പ്രധാനമാണ് അർത്ഥം. ശ്ലോകം ചൊല്ലാം. അഥ 9ാം അധ്യായം. ശ്രീ ഭഗവാൻ ഉവാച ഇദം തു തേ ഗുഹ്യതമം പ്രപക്ഷ്യാമ്യനസൂയവേ ജ്ഞാനം വിജ്ഞാനസഹിതം യജ്ഞാത്വാ മോക്ഷസേ അശുഭാൽ. സംസ്കൃതത്തിൽ തു എന്ന് പറഞ്ഞാൽ വരുമ്പോൾ ഇതേവരെ പറഞ്ഞതല്ല ഇനി പറയാൻ പോണത് എന്നർത്ഥ. ഇതേവരെ നിർഗുണ ഭക്തിയെ പറ്റിയാണ് പറഞ്ഞത്. ഇനി അങ്ങനെയല്ല, കാര്യം മാറുന്നു എന്ന് കാണിക്കാനാണ് തു. ഇതം തുതേ ഗുഹ്യതമം. ഗുഹ്യം എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്ക് ഗൂഢം ഗുഹ്യം എന്നൊക്കെ പറഞ്ഞാൽ ആരും അറിയാൻ പാടില്ലാത്തതാണ്. അങ്ങനെയല്ല, അറിയാൻ മനസ്സിലാക്കാൻ വിഷമമുള്ളത്. ഗുഹ്യതമം പ്രവക്ഷ്യാമി. എന്നോട് ഈ കാര്യം ഞാൻ പറയാൻ. എന്താ കാരണം? അനസൂയവേ. നമുക്ക് അസൂയയില്ല. മനുഷ്യനെ ഏറ്റവും വലിയ ദ്രോഹം ചെയ്യുന്നത് അസൂയാണ്. കാരണം ഇവന് നന്നാവണമെന്നല്ല, മറ്റൊന്ന് നന്നാവുക എന്നുള്ളതാണ്. അപ്പോൾ അയാൾക്ക് എപ്പോഴും ദുഃഖം ഉണ്ടാവും. പലർക്കും ലോകത്തിലെല്ലാവരും അവരോട് നന്നാവണമെന്നിരിക്കില്ല. അവരാരും നന്നാവാനും പാടില്ല. ഇയാൾ നന്നാവും വേണമെച്ചാൽ ഈ ദുര്യോധനന് ഉള്ള ഒരൊറ്റ ദൂഷ്യം ഈ അസൂയ മാത്രമാണ്. അവർക്ക് കൗരവന്മാരുടെ വളരെ സൗകര്യമായിരുന്നു, എല്ലാ കാര്യങ്ങളും അവർക്കുണ്ടായിരുന്നു. പാണ്ഡവന്മാർക്ക് നന്മ വരുന്നത് കാണുക. അതായിരുന്നു അതിൻ്റെ ദൂഷ്യം. നമ്മൾക്കൊക്കെ ഉള്ള ദൂഷ്യം എല്ലാവർക്കും എങ്ങനെയാണ്? അസൂയ നല്ലോണം ഉണ്ട്. കാരണം മറ്റോ നന്നാവണത് നമ്മൾ നന്നായില്ലെങ്കിലും വേണ്ടില്ല, മറ്റോ നന്നാവാണ്ടിരുന്നാൽ തന്നെ വലിയൊരു സന്തോഷമാണ്. ഈ തമസ് അല്ലെങ്കിൽ രജസ് ഉള്ള ആളുകളുണ്ടാവും. അനസൂയ. ജ്ഞാനം വിജ്ഞാനസഹിതം. ജ്ഞാനം എന്ന് പറഞ്ഞാൽ പാരമാർത്ഥിക ജ്ഞാനം, വിജ്ഞാനം എന്ന് പറഞ്ഞാൽ വ്യാവഹാരിക സാധനം. അത് രണ്ട് സഹിതം യജ്ഞാത്വ. ഇത് രണ്ടും അറിഞ്ഞാൽ, ലോകത്തിലെ സയൻസും ടെക്നോളജിയും അറിഞ്ഞാൽ യജ്ഞാത്വ മോക്ഷസേ അശുഭാലും. അശുഭം ശുഭം എന്ന് പറയുന്നത്, അശുഭം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമില്ലാത്തത്. നമുക്കതിൽ കാരണം അശുഭം എന്നുള്ള ശരിക്കർത്ഥം അനിത്യമാണ്. അതുകൊണ്ടാണല്ലോ അത് അശുഭാവണ്. നിത്യമുള്ളതൊക്കെ എന്നും നിൽക്കുന്നത് ഇവിടേക്ക് അശുഭമില്ല. അത് അറിഞ്ഞാൽ മോക്ഷസേ മോക്ഷം സാധിക്കും. മോക്ഷം എന്നുള്ളതിനർത്ഥം മോഹക്ഷയം. മോഹമൊന്നും ഉണ്ടാവില്ല. കാരണം നീ പൂർണ്ണനാണെന്ന് നമുക്ക് ബോധ്യം വരും. പിന്നെ നമുക്ക് മോക്ഷം. അപ്പോൾ ഈ പറയാൻ പോണ കാര്യം വളരെ ഗുഹ്യതമാണ്. നീ നമുക്ക് അസൂയില്ലാത്തതുകൊണ്ടാണ് പറയുന്നത്. ജ്ഞാനവും വിജ്ഞാനവും പറഞ്ഞു തരാം. ഇതറിഞ്ഞാൽ അശുഭം അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ നമുക്ക് ആർക്കും ശുഭം നല്ലതാണ് ഇഷ്ടം. ആ നല്ലത് എന്നുള്ളതിന് വിചാരം രണ്ടെണ്ണം ഉണ്ടായാൽ നല്ലതല്ലാണ്ട് ഒന്നും അധികം നല്ലതെന്നൊക്കെ വരും. അതില്ല മോഹക്ഷയം, അത് സാധിക്കും എന്ന് പറയാം. ഇവിടെ ഈ ഇതിൽ പറഞ്ഞത് ജീവിതത്തിൽ ശാസ്ത്രം അറിയണം. നമുക്ക് പലർക്കും ശാസ്ത്രം അറിയാണ്ടേ നമ്മൾ. ഇപ്പോൾ പ്രകൃതി ശാസ്ത്രം എന്നുണ്ടല്ലോ, പ്രകൃതിക്ക് ചിലൊരു നിയമങ്ങളുണ്ട്. ആ നിയമത്തിന് വിരുദ്ധമായിട്ട് നമ്മളൊന്നും ചെയ്യരുത്. ആ നിയമത്തിനനുസരിച്ച് ചെയ്താൽ യാതൊരു വിഷമവുമില്ല. ഇപ്പോൾ ഇലക്ട്രിസിറ്റി എന്നുള്ളൊരു നിയമമുണ്ട്. അതനുസരിച്ചാൽ അതിനെ നിങ്ങൾക്ക് വേണ്ട പോലെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റും. ഇതുപോലെ ഇവിടെ ഇപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എപ്പോഴും ചലനം കാണുന്നു ജീവിതത്തിൽ. അപ്പോൾ ചലിക്കണമെങ്കിൽ ചലിക്കാത്ത ഒന്നും ഉണ്ടാവണം. ചലിക്കുന്നതൊക്കെ സാപേക്ഷമാണ്, ഒന്നിനെ അപേക്ഷിച്ച് ചലിക്കു വയ്ക്കൂ. ഇതങ്ങനെയല്ല, നിരപേക്ഷമായിട്ടൊന്നും ഉണ്ടാവണം. ഇതറിഞ്ഞാൽ
ആണ് ഇപ്പോൾ ഈ അശുഭല്യ എന്ന് പറയുന്നത്. ഇത് ഈ പറഞ്ഞ നിരപേക്ഷം എന്നുള്ളതുണ്ടോ അതൊരു പ്രത്യേകത ഉള്ളത് ബുദ്ധിമുട്ട്. മറ്റെല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ബുദ്ധി കൊണ്ടറിയാം. ബുദ്ധി എന്ന് പറയുന്നത് പരിമിത. ഈ നിരപേക്ഷത്തെ ബുദ്ധി കൊണ്ടറിയാനും വയ്യ. കാരണം അറിഞ്ഞാൽ അത് നിരപേക്ഷമല്ല, ഇതിനെ അപേക്ഷിച്ചിട്ടാണല്ലോ നിന്നത്. അപ്പം അത് വയ്യ. ജീവിതത്തിൽ നമ്മൾ കാണുന്നത് ചലനം സർവത്ര. അതൊന്ന് ഊഹിക്കണം. ചലിക്കാത്ത ഒന്നിവിടെ ഉണ്ടാവണം, എന്നാലേ സാധിക്കുള്ളൂ. കാരണം ആ ചലിക്കാത്തത് അതിനെ കണ്ടു അല്ലെങ്കിൽ മനസ്സിലായി എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് ഈ പൂർണ്ണമല്ലാണ്ട് വരും. അപ്പോൾ അത് നമുക്കൊരു തോന്നലേ വയ്ക്കൂ. അതിൽ ശ്രദ്ധ വരിക എന്നതിന് പറയാം. അവിടെ ശ്രദ്ധ വരിക. ശ്രദ്ധയെ വരുള്ളൂ. ശ്രദ്ധ ഉണ്ടായാൽ ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനെന്ന് 4 പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധയുണ്ടായാൽ നിങ്ങൾ ഈശ്വരനെ അല്ലെങ്കിൽ നിരപേക്ഷത്തെ അറിയല്ല, നിങ്ങൾ നിരപേക്ഷം ആവുകയാണ്. അതാണ് ഇവിടെ ഈ മുഖ്യതമം എന്നൊക്കെ പറയാൻ കാരണം. അത് വന്നാൽ പിന്നെ നിങ്ങൾക്ക് പ്രശ്നമില്ല. അതുകൊണ്ട് അത് നിനക്ക് പറഞ്ഞു തരാൻ പറയണം. രണ്ടാമത് പറഞ്ഞു, രാജവിദ്യ രാജഗുഹ്യം പവിത്രം ഇതമുത്തമം പ്രത്യക്ഷാവഗമം ധർമ്മ്യം സുസുഖം കർത്തും അവ്യയം. വളരെ എളുപ്പമാണെന്ന് അഭാവം പറഞ്ഞു. രാജവിദ്യ, അതായത് രാജാവിൻ്റെ വിദ്യയല്ല, വിദ്യകളിൽ രാജാവ്. രാജഗുഹ്യം എന്ന് പറഞ്ഞാൽ അവിടെയും അറിയാൻ പ്രയാസമുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ബുദ്ധിമുട്ട് രാജഗുഹ്യം. പവിത്രം, പവിത്രം എന്നുള്ളതിന് പവിത്രത, പരിശുദ്ധ നർച്ച. ഞങ്ങളൊക്കെ ഈ ശ്രാദ്ധത്തിനൊക്കെ കൂട്ടുമ്പോൾ ഒരു പവിത്ര ഇടുമുണ്ട് ഇവർ. അതിന് 8 എന്ന് എഴുതിയിട്ട് വരിക. അതായത് ഈ അഷ്ടതിന് അപ്പുറത്ത് കടന്നത് തന്നെയാണ് പവിത്രം. പവിത്രം ഇതം ഉത്തമം. ഇത് എങ്ങനെയാണ്? പ്രത്യക്ഷാവഗമം, പ്രത്യക്ഷമായിട്ട് കാണാം. മറ്റേത് പല സംഗതികൾക്കും നമുക്ക് പരോക്ഷമേ ഉള്ളൂ. പരോക്ഷം വെച്ചാൽ മറ്റൊൻ്റെ ഒരു അക്ഷം കൊണ്ട് 3 കാര്യങ്ങളുണ്ട്. പ്രത്യക്ഷം, പരോക്ഷം, അപരോക്ഷം എന്നുണ്ട്. എന്താണെന്ന് ഞാൻ മനസ്സിലാക്കാം, പറയാം. അപ്പോൾ പ്രത്യക്ഷമായിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ എറണാകുളം നോക്കിയാൽ ഞാൻ കണ്ടാൽ എനിക്ക് പ്രത്യക്ഷമാണ്. അങ്ങനെയല്ലേ? ഞാൻ ഡൽഹിയിൽ പോയിട്ടില്ല. ഡൽഹിയെ പറ്റി വന്ന ഒരാൾ വന്നിട്ട് പറയുമ്പോൾ ഡൽഹിയെ പറ്റി അറിയുന്നത് എൻ്റെ പ്രത്യക്ഷമല്ല, ഇങ്ങനെയാണത് പരോക്ഷം. മറ്റേ ആൾ കണ്ടത് വന്ന് പറയാം. ഇങ്ങനെ ജീവിതത്തിൽ 2 എണ്ണമാണ്. ഒന്നുകിൽ പ്രത്യക്ഷം അല്ലെങ്കിൽ പരോക്ഷം. ഇനി വേറെ ഒന്നുണ്ട്. ഇപ്പോൾ എനിക്ക് വിശപ്പുണ്ട് എന്നുണ്ടല്ലോ, അത് പ്രത്യക്ഷമല്ല പരോക്ഷമല്ല. പ്രത്യക്ഷമായിട്ട് വലിപ്പ് കാണാൻ വയ്യ, മറ്റിന് കാണാനും വയ്യ. അതെന്താണ്? അപരോക്ഷം എന്നാണ് അർത്ഥം. അത് സ്വ അനുഭവ. മറ്റൻ ആ പരം വെച്ചാൽ പരൻ രണ്ടാമതൊരാളുടെ ആവശ്യമില്ലാണ്ട് കാണുന്നത്, അതാണ് അപരോക്ഷം. അപ്പോൾ ഈശ്വരനെയൊക്കെ അറിയുക എന്നുള്ളത് അപരോക്ഷ ജ്ഞാനേ വയ്ക്കും. പ്രത്യക്ഷവും വയ്യ, പരോക്ഷം വയ്യ, അപരോക്ഷമേ ഉള്ളൂ. ഇവിടെ ഭഗവാൻ പറഞ്ഞത് അതുപോലും നമുക്ക് ഇവിടെ പ്രത്യക്ഷ അവഗമം. ഭഗവാനാകൊണ്ട് അതിൻ്റെ ആ കാര്യം പറഞ്ഞു തരുമ്പോൾ പ്രത്യക്ഷം പോലെ, പൂർണ്ണ പ്രത്യക്ഷമല്ല, അവഗമം. അത് ധർമ്മമാണത്. അതെങ്ങനെയുണ്ട്? സുസുഖം കർത്തും, ചെയ്യാനായിട്ടൊരു പ്രയാസമില്ല. അത് അവ്യയണം. ഒരിക്കൽ അറിഞ്ഞാൽ അതിന് നാശവുമില്ല. അപ്പോൾ ഇത്രയും എന്താ ഇവിടെ പറയാൻ പോകണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം തന്നെ ആദ്യം പറയാൻ പോണതിൻ്റെ മഹത്വമൊക്കെ ആ 2 ശ്ലോകത്തിൽ പറഞ്ഞു. ഇവിടുന്ന് അങ്ങനെയുള്ള ശ്ലോകങ്ങളൊക്കെ കുറച്ച് വിഷമമുള്ളതാണ്. അശ്രദ്ധാന പുരുഷ ധർമ്മസ്യാസ്യ പരന്തവ അപ്രാപ്യ മാം നിവർത്തന്തേ മൃത്യു സംസാരവർത്തുമനി. അശ്രദ്ധാന, ഈ ഞാൻ പറയുന്ന കാര്യത്തിൽ ശ്രദ്ധയില്ലെങ്കിൽ, വിശ്വാസവും ശ്രദ്ധയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. വിശ്വാസം അനുഭവത്തെ ആസ്വദിച്ചാവണം എന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ അതിനാകാം, ചിലപ്പോൾ അങ്ങനെ അല്ലാതെ ആവും. എന്തെങ്കിലുമൊക്കെ നമ്മൾ വിശ്വസിക്കുക. പലരും സ്വർഗമുണ്ട് നരകമുണ്ട് എന്നൊക്കെ വിശ്വാസമില്ലാണ്ട് ആർക്കും അനുഭവമില്ല ലോകത്ത്. അതുകൊണ്ടോ ചോദിച്ചാൽ വ്യക്തമായിട്ട് പറയാൻ വയ്യ. എനിക്ക് തോന്നാറുള്ളത് ഇതൊക്കെ നമ്മളെ നല്ലത് സ്വർഗം നല്ല കാര്യം ചെയ്താൽ സ്വർഗം കിട്ടുന്നും ചീത്ത കാര്യങ്ങൾ ചെയ്താൽ നരകം കിട്ടുന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഈ നമ്മുടെ പെരുമാറ്റം നന്നാക്കാൻ വേണ്ടി ഋഷിമാർ പറഞ്ഞതാണെന്നല്ലാണ്ട് സ്വർഗവും നരകം ഉണ്ടെന്ന് എനിക്ക് ബോധ്യമില്ല. അപ്പോൾ അത് കാരണം വിശ്വാസവും ഇല്ല. ഇതൊന്നും വേണ്ട, സ്വർഗവും നരകമൊന്നും ഇല്ലാണ്ട് തന്നെ ബുദ്ധിയുള്ള ആളുകൾക്ക് തന്നെ ചെയ്യാതിരിക്കും. അപ്പോൾ അതാണ് അശ്രദ്ധാന പുരുഷ ധർമ്മസ്യ, ഈ ധർമ്മത്തിൻ്റെ അസ്യ പരന്തപ അപ്രാപ്യ മാം നിവർത്തന്തെ. അങ്ങനെയുള്ള ആൾ ശ്രദ്ധയില്ലെങ്കിൽ അവൻ എന്നെ പ്രാപിക്കില്ല. മാം എന്ന് പറഞ്ഞാൽ അപ്പം
മനസ്സിലാക്കണം നിരപേക്ഷമായ സത്യമെന്ന്. അല്ലാണ്ട് കൃഷ്ണനല്ലല്ലോ. എന്നെ കാണാൻ സാധിക്കില്ല. അപ്പുറം നിവർത്തന്തേ അന്നേരം എവിടെ നിൽക്കണു? മൃത്യു സംസാര വർത്തമനി. മൃത്യു സംസാരം, ജനിക്കുക മരിക്കുക, അതല്ലെങ്കിൽ ചലനം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അങ്ങനെയല്ല, ഈ ചലനമുള്ള ഏത് കാലത്തും ശാന്തി കിട്ടാത്ത ജീവിതത്തിൽ എന്താണ് പുനരഭി ജനനി ജഡരേ ശയനം എന്നുള്ള ശങ്കരാചാര്യ ശ്ലോകം ചൊല്ലിയ പോലെ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ആർക്കും എപ്പോഴും ഇങ്ങനെ മാറ്റം ഇഷ്ടമല്ല. നമുക്കെല്ലാവർക്കും ഇപ്പോൾ പണം ഉണ്ടാവുന്നത് വിരോധമില്ല, അത് കഴിഞ്ഞാൽ പണം ഇല്ലാണ്ടാവുക എന്ന് പറഞ്ഞാൽ ദുഃഖമായി. ഉണ്ടാവുന്നതിനും വിരോധമില്ല, അധികമാവുന്നതിനും വിരോധമില്ല, കുറഞ്ഞാൽ വയ്യ. അപ്പോൾ കാരണം അധികമാണെന്ന് വെച്ചാൽ കുറയിലുണ്ടാവും, കൂടാണ്ട് വയ്യ. അപ്പോൾ മാറ്റം വരുന്നത് ആർക്കൂട്ടില്ല. ഇത് വന്നാൽ എന്തില്ല? മാറ്റമില്ല. മാറ്റില്ല വെച്ചാൽ വീണ്ടും അർത്ഥം ഇത്രയേ ഉള്ളൂ, നിരപേക്ഷമാണത്. ഇതിന് മാറ്റം വരാൻ വയ്യ. അതുകൊണ്ട് അത് സാധിക്കും പറയും. ഇനി ഇവിടുന്ന് അങ്ങയുടെ ശ്ലോകങ്ങൾ കുറച്ച് വിഷമുള്ളതാണ്. മയാ തതവിധം സർവം ജഗദവ്യക്തമൂർത്തിന മത്സ്ഥാനി സർവഭൂതാനി ന ചാഹം തേഷു അവസ്ഥിത എന്നാണ് പറയുന്നത്. മയാ തതം ഇതം, തതം എന്ന് പറഞ്ഞാൽ നിറയാം. എന്നാൽ ഈ സർവം ബ്രഹ്മാണ്ടം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നു. മയാ തതം ജഗത്, ഈ ജഗത്ത് മുഴുവനും, ബ്രഹ്മാണ്ടം എന്നല്ല ജഗത്തായിട്ടുള്ളത്. ജഗത്ത് എന്നുള്ളതിന് ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നതെന്ന് അർത്ഥം. ജാച്ച ജനിക്കുക, ഗാച്ച ഗമിക്കുക. അപ്പോൾ ജഗത്ത് വെച്ചാൽ ജനിച്ച് മരിക്കുക, അതായത് വീണ്ടും വീണ്ടും പരിവർത്തനം വരുന്നതാണ് ജഗത്ത്. മാറിക്കൊണ്ടിരിക്കുന്നത്, അസ്ഥിരം, അനിത്യം ഒക്കെയുണ്ടല്ലോ. മയാ ആ അസ്ഥിരമായതിൽ എന്നെ കൊണ്ട് നിറഞ്ഞ അവ്യക്തം മൂർത്തിന. വ്യക്തത അല്ല ഞാൻ. വ്യക്തമായിട്ട് കാണണമെങ്കിൽ ഇന്ദ്രിയങ്ങൾക്കോ മനസ്സിനോ ബുദ്ധിക്കോ സാധിക്കണം. ഇത് ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ബുദ്ധിക്കും വ്യക്തമല്ല. അപ്പോൾ എന്നെ കാണാൻ സാധിക്കില്ല. പക്ഷെ ഞാനാണൊക്കെ ചെയ്യുന്നത്. മത്സ്ഥാനി സർവഭൂതാനി, എല്ലാ ഭൂതങ്ങളും, ഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ ഉണ്ടായവ, ഭവിക്കുക. ഈ ഇവിടെ ഉണ്ടാവുന്ന ഭൂതങ്ങളെന്ന് വെച്ചാൽ എന്തുണ്ട്? പഞ്ചഭൂതങ്ങളടക്കം. അല്ലാണ്ട് ഈ മനുഷ്യരോ അല്ലെങ്കിൽ മൃഗങ്ങളോ പക്ഷികളോ മരങ്ങളോ അല്ല, പഞ്ചഭൂതങ്ങളടക്കം എന്നിൽ നിന്നാണ്. മത്സ്ഥാനി എന്നിലാണ്. ഏത്? സർവഭൂതാനി എന്നുവെച്ചാൽ അഹം തേഷു അവസ്ഥിത, അവയിൽ ഞാനില്ല. ഇത് കേട്ടാൽ സാമാന്യം ഈ പരിചയമില്ലാത്ത ആൾക്ക് പരിഭ്രമം തോന്നും. കാരണം ഇവിടെ പറഞ്ഞത് എല്ലാ ഇവിടെ കാണുന്ന പ്രപഞ്ചം അങ്ങനെ ഭഗവാനിലാണ്. മത്സ്ഥാനി സർവഭൂതാനി, അവയിൽ ഞാനില്ല. അതെങ്ങനെയാണ് സാധിക്കുക? എല്ലാം ഈ മുറിയിലാണ്. പക്ഷെ മുറിയിൽ ഇതൊന്നുമില്ല പറഞ്ഞാൽ എങ്ങനെയാ? വിഷമമില്ല പറഞ്ഞ കേട്ടാൽ. ബുദ്ധിക്ക് ഇല്ല, അത് നമ്മൾ ചിന്തിച്ചാലേ പറ്റുള്ളൂ. അല്ല, അതായത് എല്ലാം എന്നിലാണ്. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഒരു 100 രൂപയുടെ നോട്ടിന് പറയാം 25 രൂപയുടെ നോട്ട് എന്നിലാണ്, അതിലാണല്ലോ ഉള്ളത്. പക്ഷേ അതിൽ ഓരോ സാധനങ്ങളാണല്ലോ. ആ ഭൂതങ്ങളിൽ ഞാനുണ്ടെന്ന് പറയുക. കാരണം 5 രൂപയുടെ നോട്ടിൽ 100 രൂപയുടെ നോട്ടില്ല. 100-ൽ 5-ൻ്റെ നോട്ടുണ്ട്, 5-ൽ 100-ൻ്റെ ഇല്ല. കാരണം 25 കിട്ടുള്ളൂ. ഇതുപോലെ ഭഗവാൻ എങ്ങനെയാണ്? നിരപേക്ഷണം, എല്ലാറ്റിലുണ്ട്. ഇതൊക്കെ എന്താണ്? സാപേക്ഷണം. അപ്പോൾ സാപേക്ഷത്തിൽ നിരപേക്ഷം ചെയ്യാം, നിരപേക്ഷത്തിൽ സാപേക്ഷമാവാം. മനസ്സിലാവുന്നത് പറയുന്നത്? ഇതാണ് പറയേണ്ട അർത്ഥം. ഈ പ്രപഞ്ചം ഇതിൻ്റെ ആരംഭം ഉണ്ടല്ലോ, എങ്ങനെയാണ് ഈ ഇത് ഉണ്ടായത് എന്നുള്ള ഇതിന് കാര്യം ഒരു പ്രശ്നം വരുന്നുണ്ട്. വേദാന്തത്തിൽ പല അഭിപ്രായങ്ങളുമുണ്ട്. ഞാനൊരു അതിൻ്റെ സമ്പ്രദായം പറയാം. ഒന്ന് ആരംഭവാദം. ആദ്യം ഈശ്വരൻ ഉണ്ടായി, ഈശ്വരൻ്റെ മകൻ ബ്രഹ്മാവുണ്ടായി, അങ്ങനെ വന്ന് മക്കളായി ഇങ്ങനെ വന്നു. ഇതിന് ആരംഭവാദം എന്നാ പേര്. അവിടെ ചോദ്യം വരും, അപ്പോൾ ഈശ്വരനുള്ള ആരംഭാരാ? അതിന് ആരംഭമില്ലേ? അപ്പോൾ അവിടെ ഒരു ബുദ്ധിമുട്ട്. ഒരു ആരംഭം എന്ന് പറയുമ്പോൾ ഈശ്വരന് ആരംഭമില്ല, അവിടുന്ന് പിന്നെ നോക്കാം ആരംഭമുണ്ട്. എന്നിട്ട് അവസാനം ഉണ്ടോ? അതുമില്ല. അപ്പോൾ അത് യുക്തിക്ക് യോജിക്കില്ല. ആരംഭവാദം എന്നതിന് പേര്. പരിണാമവാദം ആണ്. ഈശ്വരൻ തന്നെ പരിണമിച്ചിട്ട് ഈ ജഗത്തായതാണ് എന്ന് വേറൊരു അഭിപ്രായക്കാരുണ്ട്. അതിനും ഒരു വിഷമമുണ്ട്. കാരണം പരിണാമം പാല് തൈരാവണ പോലെ എന്നാണ് ഈ. പക്ഷേ അതിലവിടെ വിഷമം, പാല് തൈരാവണമെങ്കിൽ അതിലെന്തെങ്കിലും ഒരു പുളി ചേർക്കണം. അപ്പോൾ അതുമാതിരി ഈശ്വരനിലേക്ക് എന്തെങ്കിലും ഒരു പുളി ചേർത്തുവോ എന്നിട്ട് ഇതുണ്ടായതെന്ന് പറഞ്ഞാൽ അവിടെയും ബുദ്ധിമുട്ട് വരും. മാത്രമല്ല അവസാനം ഈ തൈര് വീണ്ടും പാലാവുക എന്ന് കേട്ടിട്ടില്ല.
ഇവിടെ പറയണത് ഈ ജഗത്ത് അങ്ങനെ ഈശ്വരനിൽ ലയിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതും വയ്യ, ആരംഭവാദവും വയ്യ, പരിണാമവാദവും വയ്യ, നിത്യമാണ്, ഇത് എന്നും ഇങ്ങനെ തന്നെയാണെന്ന് പറയും. അതും സാധ്യമല്ല. കാരണം വേദാന്ത ശാസ്ത്രം ഇതിനെ നിത്യമായിട്ട് പറഞ്ഞിട്ടില്ല. കാരണം ഇതെപ്പോഴും ചലിക്കണമെന്ന് നിത്യമാവാൻ വയ്യ. പിന്നെ എന്താ നിർത്തി? അതിന് ആണ് വിവർത്തവാദം എന്നതിന് പേര്. ഒന്ന് മറ്റൊന്നായിട്ട് തോന്നുക. ഇതുപോലെ ഒരു കുറ്റി കണ്ടിട്ട് ഭൂതമാണെന്ന് തോന്നുക. അതിൽ കുറ്റിയൊന്നും ചെയ്തിട്ടില്ല, ഭൂതം ഉണ്ടായിട്ടില്ല, നമ്മുടെ സങ്കല്പ. ആ സങ്കല്പം മാറിയപ്പോൾ വീണ്ടും കുറ്റിയായി. ഇതിനാണ് വിവർത്തം. ഈ വേദാന്ത ശാസ്ത്രം കയറ് കണ്ട് പാമ്പാ തോന്നുക, ഇതൊക്കെ വിവർത്തമാണ്. ഇതിൽ കാരണം ആ വസ്തുവിന് യാതൊരു മാറ്റം വരാണ്ട് വേറൊന്നായി തോന്നുക, അങ്ങനെ ആ വ്യത്യാസം ഈ വിവർത്തം. അപ്പോൾ അധ്യാത്മശാസ്ത്രം വിവർത്തത്തെ സ്വീകരിക്കണം. ഇവിടെ ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല, മനസ്സിൽ വന്നിട്ടുള്ള ഒരു മാറ്റം കൊണ്ട് ഇങ്ങനെ തോന്നി. ആ മനസ്സ് പോയാൽ വീണ്ടും നമ്മൾ അവിടെ തന്നെ എത്തി. ഇതാണ് പറയുന്നത്. ഈ മാത്രമല്ല മറ്റ് മതസ്ഥരെ ആക്ഷേപിക്കാറില്ല, ആരെയും ആക്ഷേപിക്കാൻ പാടില്ലല്ലോ, അസൂയ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അവർ പറയുന്നത് ഭഗവാൻ ഈ പ്രപഞ്ചം ഉണ്ടാക്കി എന്ന് പറഞ്ഞു. നമ്മളുടെ ഗീതയെ പോലെയോ മറ്റു കാര്യങ്ങളെ പോലെ ശാസ്ത്രീയമായ അത്ര മുന്നോട്ട് പോയിട്ടില്ല അവരൊരു വിശ്വാസമുണ്ട്, വളരെ നല്ലതാണ്, അതിനെ നമ്മൾ നിന്ദിക്കുന്നില്ല. പക്ഷേ ചോദ്യം ചോദിച്ചാൽ അവർ പരുങ്ങും വലതിക്കലും. അപ്പോൾ അവർ പറയാം ഭഗവാനാണ്, ഈശ്വരനാണ് ഈ പ്രപഞ്ചം ഉണ്ടാക്കിയത് എന്ന് പറയും. ബുദ്ധി ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കേണ്ടതാണ്, അപ്പോൾ ഈ പ്രപഞ്ചം ഉണ്ടാക്കുന്ന സമയത്ത് ഭഗവാൻ എവിടെയാണ് നിന്നിരുന്നത്? അതൊരു സ്ഥലത്താവണമല്ലോ, അപ്പോൾ അത് പ്രപഞ്ചമല്ലേ. ഒരു സ്ഥലത്ത് നിൽക്കണമെന്ന് പറഞ്ഞാൽ പ്രപഞ്ചമായില്ലേ. അപ്പോൾ പിന്നെ അവിടെ നിന്നിട്ട് പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കണോ? ഇത് തന്നെ നിന്നാൽ പോരെ? മനസ്സിലാവട്ടെ ചോദിക്കണേൻ്റെ ദിവസം. അതിന് ഉത്തരമില്ല അവർക്ക്. അത് അങ്ങനെയല്ല, ഭഗവാൻ ഉണ്ടാക്കി. ഏതുപോലെ കുട ഉണ്ടാക്കി. കുട ഉണ്ടാക്കണമെങ്കിൽ മണ്ണ് വേണ്ടേ? മണ്ണില്ലാണ്ട് ഇങ്ങനെ കുട ഉണ്ടാക്കുക? അത് വേണ്ട, കുട ഉണ്ടാക്കാം എന്നങ്ങനെ. കാരണം ഈശ്വരന് എന്ത് സാധിക്കും? എന്നാൽ പിന്നെ ഒന്നും പറയാനില്ല, ചോദ്യമില്ല. ഇവിടെ അങ്ങനെയല്ല, നമുക്ക് യുക്തി കൂടി വേണം. ഭഗവാൻ പറയണു യുക്തി ഇല്ലാത്തതൊന്നും സ്വീകരിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് കാര്യം മനസ്സിലായില്ല നിങ്ങൾക്ക്? മയാ തതം, എന്നാൽ ഞാൻ എന്ന് പറഞ്ഞാൽ ഈ നിരപേക്ഷം, പൂർണ്ണനം, സർവം ജഗത് അവ്യക്തമൂർത്തിന, ഞാൻ അവ്യക്തനാണ്. മത്സ്ഥാനി എന്നിലാണ്, എന്തിൽ? നിരപേക്ഷത്തിലാണ് എല്ലാ സാപേക്ഷങ്ങളും. സർവഭൂതാനി ചാഹം തേഷു അവസ്ഥിത. സാപേക്ഷത്തിൽ നിരപേക്ഷമില്ല, നിരപേക്ഷത്തിൽ സാപേക്ഷമുണ്ട്. വേറെ വേണമെങ്കിൽ ഒരു കുറേ ഉദാഹരണം പറയാം. തിര ഉണ്ട്, തിര കടലിലാണ് അല്ലേ? കടലിലാണല്ലോ തിര നിൽക്കുന്നത്. പക്ഷെ കടല് തിരയിലല്ല, അത് വയ്യ. കടലും തിരയും തമ്മിൽ വ്യത്യാസം. കടൽ തന്നെയാണ് തിരയെടുക്കുന്നത്. തിരയ്ക്ക് എന്നിലാണ് കടൽ എന്ന് പറയുന്നത്, കാരണം അത് പരിമിതമായിട്ടാണ്. നേരെ മറിച്ച് എന്തിനു പറയാം, കടലിന് തിരയൊക്കെ ഞാനാണ് പറയാം. അതാണ് ഇവിടെ പറഞ്ഞത്. മയാ തതമിതം സർവം ജഗത് അവ്യക്തമൂർത്തിന മത്സ്ഥാനി സർവഭൂതാനി ന ചാഹം തേഷു അവസ്ഥിത. അടുത്ത ശ്ലോകം കുറച്ചുകൂടി തമാശയായി പറഞ്ഞു. നച മത്സ്ഥാനി ഭൂതാനി പശ്യമേ യോഗമൈശ്വരം ഭൂതഭൃന്നജ ഭൂതസ്ഥോ മമാത്മാ ഭൂതഭാവന. ഈ പ്രപഞ്ചം എന്നുള്ളത് എന്നുവെച്ചാൽ മത്സ്ഥാനി ഭൂതാനി, എന്നിൽ ഒരു ഭൂതമില്ല, അല്ല എന്നിലൊന്നും ഉണ്ടായിട്ടില്ല. പശ്യമേ യോഗം ഐശ്വരം, എൻ്റെ യോഗം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സംബന്ധം എന്നാണെന്ന് പറഞ്ഞൊന്നില്ലേ? ചേരൽ, ഈശ്വരനായിട്ട് ചില യോഗം, ഐശ്വര്യം, ഈശ്വരനായിട്ട് ചേരലിൻ്റെ ഐശ്വര്യം ഈ നോക്ക്. എന്നുവെച്ചാൽ മത്സ്ഥാനി ഭൂതാനി പശ്യമേ യോഗം ഐശ്വര്യം ഭൂതഭൃ എന്നുവെച്ചാൽ ഭൂതസ്ഥോ, ഞാൻ ഭൂതങ്ങളെ ഭരിക്കുന്നു, പക്ഷേ ഭൂതസ്ഥനാണ്. മമാത്മാ ഭൂതഭാവന, ഒക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്, ഞാനല്ലാണ്ട് ഇവിടെ യാതൊന്നുമില്ല. ഈ പറ്റതൊക്കെ തോന്നലാണ്. ഈ അവ എന്നിലുമില്ല. കാരണം ഒരു സാധനം ഉണ്ടാക്കണമെങ്കിൽ മണ്ണ് നമ്മൾ 3 കാര്യങ്ങൾ വേണം. കൊശവൻ കുട ഉണ്ടാക്കണം നോക്കുക. അപ്പോൾ അതിൽ മണ്ണെന്നൊരു സാധനം വേണം. അതിന് ഉപാദാന കാരണം എന്നാ പറയാം. അതിനൊരു ചക്രം വേണം. അതിന് യന്ത്രകാരണം എന്ന് പറയും. ഒരു യന്ത്രം, ഒരു ഉപകാരം. ഇത് രണ്ടും ഉണ്ടായാൽ പോരാ, ബോധമുള്ള ഒരു കൊശവൻ വേണം, എന്നാലേ ഇതൊക്കെ കാര്യമുള്ളൂ. അതിന് നമ്മൾ പ്രധാന കാരണം. അപ്പോൾ ഒരു ലോകം ഉണ്ടാക്കണമെങ്കിൽ
ഉപാദാന കാരണം വേണം, അതിനൊരു യന്ത്രം അല്ലെങ്കിൽ ഉപാധി കാരണം വേണം, അല്ലെങ്കിൽ പിന്നെ എന്ത് വേണം, പ്രധാന കാരണം. അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കുന്നത് ഈ ലോകത്ത് കണ്ടിട്ടുള്ളൂ, ഇല്ലാണ്ട് വയ്യ. ഇവിടെ ഈ ലോകം ഉണ്ടാക്കിയതിന് മൂന്നുമില്ല. കാരണം ഉപാദാന കാരണവും ഈ ബോധമാണ്, അല്ലെങ്കിൽ ഭഗവാൻ ആണ്. അതിൻ്റെ യന്ത്രകാരണവും ബോധമാണ്, അതിൻ്റെ പ്രധാന കാരണവും ബോധമാണ്. ബോധം ഉണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ട്, ബോധമില്ലെങ്കിൽ ഇതൊന്നുമില്ല. അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറഞ്ഞത്, ഞാൻ ഇതിൽ നിന്ന് നജമസ്ഥാനി ഭൂതാനി പശ്യമേ യോഗം ഐശ്വര്യം. അത്ഭുതമാണ് ഈ കഥ. കാരണം ബോധത്തിന് ഒന്നിൻ്റെയും ആവശ്യമില്ല, മറ്റെല്ലാറ്റിലും ബോധത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഈ കാണുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കില്ല, എന്നിൽ തന്നെ പ്രകാശിക്കുക. അപ്പോൾ സൂര്യൻ ഈ ലോകത്തിനും ബ്രഹ്മത്തിനും അല്ലെങ്കിൽ ഭൂമിയൊന്നും ഉണ്ടാക്കണില്ല, പ്രകാശിപ്പിക്കണേ ഉള്ളൂ, അല്ലാണ്ട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ, അവിടെ ഉണ്ട്. അതുപോലെ ഇതൊക്കെ എന്നിലുണ്ട്, അന്ന് പ്രകാശിപ്പിക്കാനുള്ളൂ ഞാൻ. ആ പ്രകാശിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി നിന്നതൊക്കെ. ആ പ്രകാശം ഇല്ലാണ്ടായി തോന്നി. ഇതൊക്കെ വാസ്തവത്തിൽ ശരിക്കും പറഞ്ഞാൽ സങ്കല്പമാണെന്ന് അർത്ഥം. സങ്കല്പിക്കുമ്പോൾ എല്ലാം ഉണ്ട്, സങ്കല്പിക്കുന്നില്ല. ഈശ്വരൻ സങ്കല്പിച്ചാൽ ജഗത്തായി, ജീവനായി. ജഗത്തല്ല, ജീവനാണ് സങ്കല്പിക്കുന്നത് ജഗത്തിനെ. അപ്പോൾ അതില്ലാണ്ടാവും. അതാ പറഞ്ഞത്. എന്നുവെച്ചാൽ മത്സ്ഥാനി ഭൂതാനി പശ്യമേ യോഗം ഐശ്വര്യം. ഭൂതമൃത്, ഞാൻ ഭൂതങ്ങളൊക്കെ ഭരിക്കുന്നു. എന്നാൽ ഭൂതസ്ഥോ, എന്നിട്ട് ഞാൻ ഭൂതങ്ങളില്ല. പശ്യമേ യോഗം ഐശ്വര്യം. മമ ആത്മാ ഭൂതഭാവന. അവിടെ ഇപ്പോൾ ഒരു കുറ്റി, അതിനെ കണ്ടിട്ടാണല്ലോ ഭൂതം എന്ന് പറഞ്ഞത്. ആ കുറ്റിക്ക് പറയാം ഭൂതം എന്നിലില്ല. ഭൂതം എന്നിലില്ല, ഞാൻ അതില. കാരണം ഞാൻ ഉണ്ടാവുകൊണ്ടാണല്ലോ ഭൂതം ഉണ്ടായത്. ഭൂതമില്ലെങ്കിലും കുറ്റിയുണ്ട്, അങ്ങനെ പറയാൻ സാധിക്കുമല്ലോ. കാരണം മറ്റത് നമ്മുടെ സങ്കല്പമാണല്ലോ ഇത് ഉണ്ടാക്കിയത്. ഈ ഭൂതത്തിനൊക്കെ ഉണ്ടാക്കിയ സങ്കല്പമാണ്. സങ്കല്പം ഉണ്ടപ്പോൾ എന്നിലാണ് ഈ ഭൂതം എന്ന് തോന്നും, അല്ലെങ്കിൽ ചെറുത്താനൊക്കെ. സങ്കല്പം ഇല്ലെങ്കിലോ ചെന്നിൽ ചെറുത്താനുമില്ല. ആനി സങ്കല്പിക്കുമ്പോഴും സങ്കല്പം മാറിയപ്പോഴും വാസ്തവത്തിൽ ചെകുത്താൻ എന്നുള്ളൊരു സാധനം അവിടെ ഇല്ല. വെറും കുറ്റി മാത്രമേ ഉള്ളൂ. നമ്മളുടെ സങ്കല്പം കൊണ്ടാണ് ചെകുത്താൻ ഉണ്ടായെന്നും ചെകുത്താൻ എന്നെ പേടിപ്പെടുത്തിയെന്നും ചെകുത്താൻ ഓടിപ്പോയെന്നും ഒക്കെ പറയണത് എന്താ, വെറും സങ്കല്പം മാത്രം അല്ലേ. അതിന് പക്ഷെ സങ്കല്പത്തിന് എന്ത് വേണം, സഹായിക്കണമെങ്കിൽ സാധനം ഒരു കുറ്റിയോടെ വേണം. ഇനി ഒന്നും സങ്കല്പിക്കാൻ പറ്റില്ല. ഇതുപോലെ നിരപേക്ഷനായ ഒരു ഈശ്വരൻ ഉണ്ടാവണം. ആ ഈശ്വരനിലെ സങ്കല്പിക്കുമ്പോൾ അത് അതിനെപ്പറ്റി ഭയപ്പെടുന്നതും സന്തോഷിക്കുന്നതും, അത് കഴിഞ്ഞാൽ സങ്കല്പം ഇല്ലാണ്ടാക്കണമെങ്കിലും ഒക്കെ എന്ത് വേണം, നിരപേക്ഷമായ ഒന്ന് വേണം. അതായത് മറ്റൊരാളുടെ അപേക്ഷയില്ലാതെ സ്വയം നിൽക്കാൻ സാധിക്കണം. അതാ ഭഗവാൻ പറഞ്ഞത്. അത് ആരാണ്? ശരി, ബോധമാണ്, ജ്ഞാനം. ജ്ഞാനം എന്ന് പറഞ്ഞാൽ പൂർണ്ണനാസം, അതെ, ആബ്സല്യൂട്ട് ജ്ഞാനം ഉണ്ടല്ലോ, അതായത് പാരമാർത്ഥിക ജ്ഞാനം, വ്യാവഹാരികമല്ല. അപ്പോൾ വളരെ ശരിയാണ്. എന്തെന്ന്, അതൊന്നും എന്നിലില്ല എന്ന് പറയാൻ ഭഗവാന്. കാരണം അതൊക്കെ സങ്കല്പിച്ചതാണ്. ഞാൻ തന്നെ ഭഗവാൻ തന്നെ സങ്കല്പിക്കുകയാണ്. എന്തെന്ന്, ജീവന്മാരുണ്ടാവട്ടെ എന്ന്. എന്നിട്ട് ജീവന്മാരെ സങ്കല്പിക്കണമെന്ന് ഈ പ്രപഞ്ചം ഉണ്ടാവുന്നത്. ഈ പ്രപഞ്ചം സുഖവും ദുഃഖമൊക്കെ ഉണ്ടാക്കുന്നത് ഈശ്വരനല്ലല്ലോ. ഓരോ മനുഷ്യനെയല്ലേ സങ്കല്പിക്കുന്നത്. എനിക്കിത് കിട്ടിയ സുഖമാണെന്ന് ഇയാൾ സങ്കല്പിക്കുക. അതേ സാധനം എനിക്ക് കിട്ടിയ ദുഃഖം സങ്കല്പിക്കുക വേറെ ആളാണ്. അപ്പോൾ ഇതിൻ്റെ സുഖദുഃഖങ്ങളൊക്കെ മനുഷ്യൻ്റെ സങ്കല്പ. മനുഷ്യനെ സങ്കല്പിക്കാൻ ഈ ജഗത്തിന് മനുഷ്യനെ ഉണ്ടാക്കുക. അത് ഈശ്വരൻ വേണം. ഈശ്വരനെ സങ്കല്പിക്കണം മനുഷ്യനാണ് ജഗത്തിനെ സങ്കല്പിക്കുന്നത്. അവ ഇങ്ങനെ വരുമ്പോൾ സമയത്ത് അവ എന്നിലാണെന്നും അവ എന്നിലല്ല എന്ന് പറയണമെന്നും വിരോധമില്ല. ഒരു വിധത്തിൽ പറഞ്ഞാൽ എല്ലാം ഭഗവാനിലാണ്. അതേ സമയത്ത് തന്നെ ഈ സാപേക്ഷങ്ങളൊക്കെ എന്നിലല്ല എന്നുള്ളത് ശാസ്ത്രീയമായിട്ട് ആലോചിച്ചാൽ അത് എന്നിലല്ല എന്ന് പറയേണ്ടി വരും. ഇത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ സ്വന്തം അനുഭവം എടുത്താൽ മതി. ഇപ്പോൾ സ്വപ്നത്തിൽ ഒക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കണേ, മനസ്സാണല്ലോ ഒക്കെ ഉണ്ടാക്കുന്നത്. പക്ഷേ സ്വപ്നത്തിൽ ഞാനുണ്ടോ? ഇല്ല. സ്വപ്നത്തിനുള്ളത് എൻ്റെ ഒരു ഭാവ. ഉണർന്നിരിക്കുമ്പോഴും സ്വപ്നം കാണുമ്പോഴും ഉറങ്ങുന്നതും ഞാനാണ്. എന്നിൽ ആണ് എന്ത് പറയാം, സ്വപ്നവും ജാഗ്രതയും സുഷുപ്തിയും എന്നിലാണെന്ന് പറയാം. ഞാൻ അവയിലാണ് പറയുക. കാരണം ഞാൻ ഉണ്ടാവേണ്ട ആ സ്വപ്നം ഉണ്ടായതും ഉണർന്നതും ഉറങ്ങുന്നതൊക്കെ ഞാൻ അതിനോട് മാറിയാൽ അത് ജഡായി ശരീരം തന്നെയില്ല, അല്ല അതിന് ഒന്നിനും കൊള്ളില്ല. അപ്പോൾ എനിക്ക് തന്നെ പറഞ്ഞുകൂടെ, എന്തെന്ന്, സ്വപ്നം അല്ലെങ്കിൽ ജാഗ്രതയും സ്വപ്നവും സുഷുപ്തിയും എന്നിലാണ്, ഞാൻ അവയിലില്ല എന്ന് ഇപ്പോൾ എനിക്ക് പറയാൻ പാടിരുന്നിട്ട്.
കാരണം അവൻ ഞാൻ എന്ന് പറയുമ്പോൾ ശരീരമല്ലല്ലോ, ശരീര ബോധമാണല്ലോ. ഇത് കഥയൊന്നും വേണ്ട, സ്വാനുഭവമാണ്. ബോധം എന്നുണ്ടോ എന്നാൽ ജാഗ്രത ഉണ്ട്, സ്വപ്നമുണ്ട്, സുഷുപ്തിയുണ്ട്. ആ ബോധം അന്ന് വിട്ടുപോയാൽ ആ ശരീരത്തിന് ജാഗ്രതയും ഇല്ല, സ്വപ്നവും ഇല്ല, സുഷുപ്തി ഇല്ല എന്നുള്ളത് വളരെ വ്യക്തത. അപ്പോൾ ജാഗ്രതയും സ്വപ്നവും സുഷുപ്തിയും എന്നെ അപേക്ഷിച്ച ബോധത്തെ ആണ് സാപേക്ഷം പറഞ്ഞത്. മറ്റേതോ ഞാൻ നിരപേക്ഷണ, എനിക്ക് ബോധമായിട്ട് തന്നെ നിൽക്കാൻ പറ്റും. അതെങ്ങനെയാണ് സാധിക്കുക വെച്ചാൽ ഇത് മൂന്നും അല്ലാത്തൊരു സ്ഥിതിയിൽ നമുക്ക് ഇവിടെ ജീവിച്ചിരിക്കാൻ പറ്റുള്ളൂ. അതിന് പേരാണ് സമാധി. സമാധി എന്ന് പറഞ്ഞാൽ ജാഗ്രത അല്ല, സ്വപ്നവുമല്ല, ഉറക്കുമല്ല, വളരെ വ്യക്തത. ഇപ്പോൾ സമാധിയും ഉറക്കും കണ്ടാൽ ഏകദേശം ഒരുപോലെ തോന്നും, ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാവും. അത് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതെന്താ അല്ല, സമാധിയിൽ നമ്മളിങ്ങനെ നിവർന്നിരിക്കുകയാണല്ലോ ചെയ്യുക. ഉറങ്ങുകയാണെന്ന് പറഞ്ഞാൽ അപ്പോൾ കഴുത്ത് ഇങ്ങനെ കീഴ്പോട്ട് തല താഴും. ഉറക്കത്തിൽ ഇങ്ങനെ കുത്തനെ തല നിൽക്കില്ല, സംശയലേന് വീഴ്ച അപ്പം താഴും. സമാധിയിൽ അങ്ങനെയല്ല, തല കുത്തനെ നിൽക്കും. അതാ വ്യത്യാസം. സമാധിയും ഉറക്കുവാണോ എന്ന് അറിയാൻ ഒരാൾ ഉറങ്ങുകയാണോ സമാധിയാണെന്ന് വെച്ചാൽ അതിൽ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഒന്നും അറിയണില്ലെങ്കിൽ അതിൽ സമാധിസ്ഥനാണ്. ഉറക്കത്തിലും അയാൾ ഒന്നും അറിയണില്ല, പക്ഷെ അയാൾ ലേശം അത് മരിച്ചാൽ ശവം ഉണ്ടല്ലോ, ഈ ഇങ്ങനെ ഒരു താങ്ങ് കൊടുക്കും ഈ ഋഷിമാർക്കൊക്കെ ഭസ്മാടുമ്പൊക്കെ. അല്ലെങ്കിൽ ഞാൻ ചിന്മയാൻ സ്വാമിയുടെ കാണാറുണ്ട്. ചിന്മയാൻ സ്വാമി ഒരിക്കലും ഇങ്ങനെ തല താഴ്ന്നിട്ട് കണ്ടിട്ടില്ല. മരണം കഴിഞ്ഞിട്ടപ്പോൾ ഇതിങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ ഇതിങ്ങനെയാണ് നിൽക്കുന്നത്. കാണാൻ സാധിക്കും. അതാണ് വ്യത്യാസം. കാരണം ബോധം എന്നുള്ളതെന്ന് പോയി, അപ്പോൾ അതിന് ശക്തിയില്ല. അതാണ് പറഞ്ഞത്. സമാധിന്ന് സമാധിയും ഉറക്കും തമ്മിൽ വ്യത്യാസം. ഉറങ്ങാൻ പോയ ആൾ തന്നെയാണ് ഉണരുക, ഒരു വ്യത്യാസമില്ല. സമാധിയിൽ പോയ ആൾ ഉറങ്ങുമ്പോൾ പൊട്ടനാണെങ്കിൽ മുന്നിട്ട് വരുമ്പോൾ ക്യാമന. അതാ വ്യത്യാസം, വളരെ വ്യത്യാസമുണ്ട്. കാരണം ആ നിരപേക്ഷത്തിൻ്റെ ഒരു ലേശ അനുഭവം ഉണ്ടായിട്ടുള്ളൂ, അതാ വ്യത്യാസമുള്ളത്. ഇനി 6 നമുക്ക് മനസ്സിലാവുന്ന ഒരു ഉദാഹരണം കൊണ്ട് ഇത് പറയണം. യഥാകാശസ്ഥിതോ നിത്യം വായു സർവതൃഗോ മഹാൻ തഥാ സർവാണി ഭൂതാനി മത്സ്ഥാനി ഇത്യുപധാരയ. ഒരു പ്രശ്നമില്ലാണ്ട് ആർക്കും മനസ്സിലാവുന്ന ഒരു ഉദാഹരണം. ആകാശസ്ഥിതോ വായു സർവതൃഗോ മഹാൻ. വായു നിൽക്കുന്നത് ഒഴിവിലാണ്. ആകാശം എന്ന് പറഞ്ഞാൽ നീലയല്ല കേട്ടോ, പലർക്കും അങ്ങനെ ധാരണ അതല്ല. ഒഴിവ് അതന്നെയാണ് വായുവായിട്ട് മറന്നേ. അപ്പോൾ വായു ആകാശത്തിൽ നിന്നിട്ട് നല്ലോണം ചലിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചലിക്കുന്നുണ്ട്. പക്ഷേ ഈ വായുവിൻ്റെ ചലനം ആകാശത്തെ ഒരു വിധത്തിലും ബാധിക്കില്ല. വലിയ ആകാശത്തെ നനയ്ക്കാൻ പറ്റില്ല, ആകാശത്തിനെ ചൂടാക്കാൻ പറ്റില്ല, ഒന്നും സാധിക്കില്ല. കാരണം ആകാശത്തിലാണ് ഇവരൊക്കെ നിൽക്കുന്നത്. യഥാ ആകാശത്ത് വായു സർവത്രകോ മഹാൻ തഥാ സർവാണി ഭൂതാനി മത്സ്ഥാനി ഇത്യുപധാരയ. ഏതുപോലെ വായുവേ പറഞ്ഞുള്ളൂ. വായു, അഗ്നി, ജലം, ഭൂമിയൊക്കെ നിൽക്കുന്നത് ആകാശത്തിലാണ്. അവയ്ക്കൊന്നും ആകാശത്തിനെ ഒരു വിധത്തിലും സ്പർശിക്കാൻ പോലും വയ്യ. കാരണം സ്പർശം എന്ന് വേണമെങ്കിൽ രണ്ടാമത്തെ ആൾ വരണം, ആരോ വായു. ചലനം ഉണ്ടെങ്കിലേ സ്പർശമുള്ളൂ, അല്ലേ? ഒന്നിനെ തുടരണമെങ്കിൽ വേറെ ആളൊന്നും തുടരണ്ടേ. ആകാശത്തിനെ ആരും സ്പർശിക്കും? ആകാശത്തിന് സ്പർശമില്ല. അത് മാത്രമല്ല, ആകാശമൊന്നും ഉണ്ടെന്ന് അറിയണമെങ്കിൽ ആകെ ഒരൊറ്റ വഴിയേ ഉള്ളൂ. കാണാൻ പറ്റില്ല ആകാശത്തിനെ, പിന്നെ മണക്കാൻ പറ്റില്ല, അതിൻ്റെ രുചി നോക്കാൻ പറ്റില്ല. ഇതൊന്നും 5 എണ്ണമാണല്ലോ. അതിൽ 4 ഗുണങ്ങളും ആകാശത്തിന് ഘടിക്കില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം ഒരു ഗുണം കൂടി ഉണ്ട് നമുക്ക്. അതിന് പേരാണ് എന്ത്? ശ്രവണം, കേൾക്കുക, തൊടുക, കാണുക, രുചിക്കുക, മണക്കുക. ഇങ്ങനെ 5 എണ്ണം. ഇതിൽ 4 എണ്ണവും നമുക്ക് അറിയുന്നുണ്ട്. ഈ അറിയുന്നു, കണ്ണുകൊണ്ട് കാണുന്നു, മൂക്കൊണ്ട് കാണുന്നുണ്ട്. ചെവി എന്തിനാണ് തന്നിറക്കണത്? നമുക്ക് ശബ്ദം കേൾക്കാൻ. ശബ്ദം എവിടെയല്ലേ ഉണ്ടാവില്ലേ പറ്റുള്ളൂ? ആകാശത്തിലേ ഉള്ളൂ. ആകാശം ഒഴിവില്ലെങ്കിൽ ശബ്ദമില്ല. അപ്പോൾ ആകാശം ഒന്നുണ്ട് എന്ന് നമുക്ക് സങ്കല്പിക്കാനേ വയ്ക്കൂ. ആകാശത്തിനെ കാണാൻ പറ്റില്ല, ആകാശത്തിനെ മണക്കാൻ പറ്റില്ല, ആകാശത്തിൻ്റെ സ്വാദം അറിയാൻ പറ്റില്ല. ഇതൊന്നും സാധിക്കില്ല. 5 ഗുണങ്ങൾ നമുക്ക് കാണാനുണ്ട്. 4 ഗുണത്തിന് നമുക്ക് വേഗം മനസ്സിലാക്കും. ശബ്ദം എന്നുള്ള ഒരു ഗുണം നമുക്ക് കാണാൻ, നമ്മൾ കേൾക്കണം ശബ്ദം. അപ്പോൾ അതിനെന്തെങ്കിലും എന്ത് വേണം? അത് പോവാൻ വേണ്ട ഒരു ഉപാധി ഇല്ലാതെ പറ്റില്ല. ഈ ശബ്ദം പോരണല്ലോ.
അപ്പം അങ്ങനെ ഒന്ന് ഇവിടെ ഒഴിവുണ്ട് എന്ന് സങ്കല്പിക്കുക, അല്ലെങ്കിൽ അനുഭവമാണ്. എന്നാലും കണ്ടിട്ട് പറ്റില്ല, ആകാശത്തിനെ കാണാൻ പറ്റില്ല. അതിൻ്റെ ശബ്ദം കൊണ്ട് ആകാശമുണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം. അനുമാനം അല്ലാണ്ട് ആകാശം എന്നിട്ട് നമ്മൾ പറയാറുണ്ട് ഇവിടെ ഒഴിവുണ്ടെന്ന് പറയും. ഈ കൊട്ടയിൽ ഒഴിവുണ്ട് പറയും. അപ്പം ചെറിയ വരാറുണ്ട്, ശ്രദ്ധിക്കാറില്ല നമ്മളെ. ഈ കൊട്ടയിൽ ഒഴിവുണ്ടെന്നല്ല, ഒഴിവിൽ കൊട്ട ഉണ്ടെന്നാണ് പറയേണ്ടത് അല്ലേ? കൊട്ടയിലെ ഒഴിവിലെ കൊട്ട, ഒഴിവിലാണ് കൊട്ട ഇരിക്കുന്നത്. നമ്മളെന്താ പറയുക, കൊട്ടയിൽ ഒഴിവുണ്ട്, അല്ലെങ്കിൽ മേശയിൽ ഒഴിവുണ്ട്, പാത്രത്തിൽ ഒഴിവുണ്ടുള്ളൂ. ഇതൊക്കെ വാസൽ ഇരിക്കുന്നത് ഒഴിവിലാണ്. ഏതുപോലെ ഘടാകാശം മഠാകാശം എന്ന് പറയാറുണ്ട്. 4 ചോരുണ്ടാക്കിയിട്ട് ഒരു മുറി ഉണ്ടാക്കിയിട്ട് ഈ മുറിയിൽ ഒഴിവുണ്ടോ? മുറിയിൽ ഒഴിവല്ല, ഒഴിവിൽ 4 ചുമര് വെച്ചപ്പോൾ ഒരു മുറി ഉണ്ടായതാ. ഒഴിവിലാ മുറി, മുറിയിൽ ഒഴിവല്ല. നമുക്ക് പക്ഷെ അതൊക്കെ കേട്ടാൽ ആദ്യം തോന്നില്ല, ചിന്തിക്കും മനസ്സിലാവും. മുറിയിൽ ഒഴിവല്ല, ഒഴിവിൽ മുറിയാണ്. അതുമാതിരി ഇതൊക്കെ ഈശ്വരനിലാണ്, അല്ലാണ്ട് ഈശ്വരന് വിട്ടിട്ടൊന്നുമില്ല. ഈശ്വരന് വിട്ടു എന്നുള്ളത് എങ്ങനെയാണ്? നമ്മൾ സങ്കുചിതമായിട്ട് ഞാൻ ശരീരമാണ്, ഇത് മുറിയാണ്, ഇത് കൊട്ടയാണെന്ന് പറയുമ്പോൾ അതിലിട്ടായത്. ഇത് വളരെ വ്യക്തതല്ലേ? അതാണ് ഭഗവാൻ വളരെ ഭംഗിയായിട്ടുള്ള ഇതാണ്. യഥാ ആകാശസ്ഥിതോ നിത്യം വായു സർവത്ര ഗോ മഹാൻ തഥാ സർവാണി ഭൂതാനി മത്സ്ഥാനി ഇറ്റി ഉപധാരയ. നീ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്ക്. പൂർണ്ണത്തിൽ അപൂർണത്തിന് സ്ഥാനമുണ്ട്, അപൂർണത്തിൽ പൂർണ്ണത്തിന് സ്ഥാനമില്ല. ഇത് മനസ്സിലാക്കാൻ ഒരു പ്രയാസമൊന്നുമില്ല. നമുക്ക് കേട്ടാൽ അത്ഭുതം തോന്നും, എന്താ അതെങ്ങനെയൊക്കെ എന്നൊക്കെ ചിന്തിക്കാറില്ലേ നമ്മളെ? രൂപയുടെ കാര്യം അല്ലെ കിട്ടുമല്ലോ. സർവഭൂതാനി കൗന്ദേയ പ്രകൃതിം യാന്തി മാമികം കൽപക്ഷയേ പുനഃസ്ഥാനി കൽപ്പാദോ വിസൃജാമ്യഹം. സർവഭൂതാനി കൗന്ദേയ പ്രകൃതിം യാന്തി മാമികം. ഭൂതാനി ഉണ്ടായതൊക്കെ എന്താണ്? കൗന്ദേയ പ്രകൃതിം യാന്തി. പ്രകൃതി എന്ന് പറഞ്ഞാൽ ശക്തി, ശക്തി എന്ന് പറഞ്ഞാൽ നിയമങ്ങളാണ്. പ്രകൃതിയിലൊക്കെ നിയമമുള്ളൂ. യാന്തി എൻ്റെ നിയമങ്ങളെ പ്രാപിക്കുന്നു. എന്ത്? ഈ ഭൂതങ്ങളൊക്കെ. കാരണം ഉണ്ടാവണു, നിലനിൽക്കണു, ഇല്ലാതെയാവണു. ഇങ്ങനെയാണല്ലോ ചക്രം പോലെ. അത് അത് സർവഭൂതാനി, ഉണ്ടായതൊക്കെ ഇല്ലാതെയാവുന്നുള്ള ശാസ്ത്രമല്ലേ അല്ലേ? ഉണ്ടാവുക, നിലനിൽക്കുക, ഇല്ലാതെയാവുക, അങ്ങനെയാണല്ലോ. അതുമാതിരി ശരീരം ഉണ്ടാവുക, നിലനിൽക്കുക, ഇല്ലാതെയാവുക. അല്ലെങ്കിൽ അതിന് ബാല്യം എന്നൊക്കെ പറഞ്ഞോളൂ, മാറ്റം വരിക എന്നുണ്ട്, പക്ഷി എന്നൊക്കെ ഉണ്ട്. ഏതായാലും എല്ലാ സാധനങ്ങളും ഉണ്ടായത് കഴിഞ്ഞൊക്കെ നീങ്ങുന്നു. പ്രകൃതിയും യാന്തി, പ്രകൃതിയെ പ്രാപിക്കുന്നു. പ്രകൃതിച്ചാൽ നിയമങ്ങളെ അവ അനുസരിക്കുന്നു ഭൂതങ്ങളൊക്കെ. കൽപ്പക്ഷയെ, കൽപ്പം കഴിഞ്ഞാൽ പുനഃസ്ഥാനി കൽപ്പാദോ വിസർജാമ്യകം. ഒരു ബ്രഹ്മാവിൻ്റെ ദിവസത്തിനാണ് ഒരു കൽപ്പം എന്നൊക്കെ പറഞ്ഞേ, അല്ല 50 വയസ്സിന്, അങ്ങനെ 100 വയസ്സെന്നൊക്കെയാണ് കഥ. ആ കഥകളൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ആദ്യം എന്താവുന്നു? കൽപ്പാദോ പുനഃസ്ഥാനി കൽപ്പാദോ വിസൃജാമ്യകം. ഒരു കൽപ്പത്തിൽ ഞാൻ അതിനെയൊക്കെ പുറത്തേക്ക് വിടും. ഒരു കഴിഞ്ഞാൽ അതിനൊക്കെ തന്നെ ലയിക്കും. ഉണ്ടാവുക ലയിക്കുക, ഉണ്ടാവുക ലയിക്കുക. ഇത് അപ്പോഴും എന്തുണ്ടാവും? ഇതൊക്കെ സാപേക്ഷമാണ്. ബ്രഹ്മാവടക്കം സാപേക്ഷമാണ്. അത് അങ്ങനെ പോകും, മടങ്ങിക്കൊണ്ട് വരിക്കുന്നു പറഞ്ഞു. ഇത് നമ്മുടെ ജീവിതത്തിൽ ഇത് കൽപ്പമൊന്നും വേണ്ട. ഉറക്കത്തിൽ എല്ലാം എന്ത് ചെയ്തു? അങ്ങോട്ട് ലയിച്ചു ഉണ്ടല്ലോ. ചിലപ്പോൾ സ്വപ്നം ഉണ്ടാവും. അപ്പോൾ ആദ്യം ഈ ലോകമൊക്കെ അവിടെ നടക്കും, അവിടെ തന്നെ നമ്മൾ അനുഭവിക്കുന്നു. അത് കഴിഞ്ഞാൽ അങ്ങോട്ട് ഉണർന്നു നോക്കുമ്പോൾ ശരിക്ക് ഉള്ള ലോകം എന്നല്ല. ഇത് നമ്മൾ കാണാറുണ്ട്. ബ്രഹ്മാവൊന്നും വേണ്ട, നമ്മുടെ ബുദ്ധി തന്നെ 3 തരത്തിലുണ്ട്. ആ ഉണർന്നിരിക്കിട്ട് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ആദ്യം ഉറങ്ങുക, സ്വപ്നം കാണുക, ഉണർന്നിരിക്കുക. ഇത് നിത്യം തന്നെ നടന്നു വന്നു. തന്നെയാണ് ബ്രഹ്മാവെന്ന് പറയുന്നത്. അതിൽ നമുക്ക് ഉണർന്നിരിക്കുമ്പോൾ സാത്വിക ഗുണമാണ്. അപ്പോൾ ഇതൊക്കെ ഉള്ളതാണ്, ശരിയാണെന്ന് തോന്നും. നമുക്കറിയാം സ്വപ്നം കാണുന്നുണ്ട്, എന്നിട്ടും അത് ശരിയല്ല തോന്നും. അത് രജോ ഗുണത്തിൻ്റെയാണ്. ഉറക്കുന്നുണ്ട്. ഇതെല്ലാം ചെന്ന് അവസാനിക്കുന്നത് അവിടെയാണ്. എന്തിൽ? തമസ്സിൽ. ഇതിൻ്റെ 3ൻ്റെ അപ്പുറത്താണ് ഈശ്വരൻ്റെ ഭാവന. 3ആയ പേര് ത്രിപുടി ഉണ്ടാവുമല്ലോ. അവിടെ വരുമ്പോൾ ഇതൊന്നുമില്ല. അപ്പം ഇതിന് ബ്രഹ്മാവെന്നൊക്കെ ഒന്നും പറയേണ്ട. നമ്മുടെ ജീവിതം കണ്ടെടുത്താൽ തന്നെ നമുക്കറിയാൻ സാധിക്കും. ഒന്ന് എല്ലാം ലയിച്ച ഉറക്കം, പിന്നെ രജസ്സാവുമ്പോൾ എല്ലാം ഒരു സങ്കല്പ ലോകം. അത് കഴിഞ്ഞാൽ ഉണർന്നിരിക്കുമ്പോൾ നമുക്ക് വ്യക്തമായ ലോകം. ഇതിവിടെ കാണുന്നുണ്ട്.
അതുകൊണ്ട് ഇതൊരു പ്രത്യേക കാര്യമൊന്നുമല്ല. ഇവിടെ ബ്രഹ്മാവിൻ്റെ ശ്ലോകം പറയണതെന്നാണ്, സർവഭൂതാനി കൗന്ദേയ പ്രകൃതിം യാന്തി മാമികം. പ്രകൃതി എന്ന് പറയുമ്പോൾ എപ്പോഴും എന്തുവാണ്? ശാസ്ത്രം അല്ലെങ്കിൽ നിയമങ്ങളാണ്. യാന്തി മാമികം കൽപ്പക്ഷയെ പുനഃസ്ഥാനി കൽപ്പാതോ വിസർജാമികം. കൽപ്പത്തിൻ്റെ ക്ഷയത്തിൽ എല്ലാം എന്ത് ചെയ്യും? അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഇൻവല്യൂഷൻ എന്ന് പറയാം. എവല്യൂഷൻ എൻവല്യൂഷൻ അല്ലേ? പ്രളയം അല്ലെ നമ്മൾ പരിണാമം എന്നുണ്ടല്ലോ. പരിണാമം എന്നുള്ളത് ചോട്ടിൽ നിന്ന് മുകളിലേക്ക് മാത്രമല്ല പരിണാമമുള്ളൂ, മുകളിൽ നിന്ന് ചോട്ടിലേക്കും പരിണാമമുണ്ട്. ഡാർവിൻ ഈ മുകളിൽ നിന്ന് ചോട്ടിലേക്ക് പരിണാമം മാത്രമേ കണ്ടുള്ളൂ. ഋഷിമാരങ്ങനെയല്ല. ഈ ചോട്ടിൽ നിന്ന് മുകളിലേക്ക് പരിണാമം വേണമെങ്കിൽ മുകളിൽ നിന്ന് ചോട്ടിലേക്ക് പരിണാമം വന്ന് ഇങ്ങോട്ട് ഉണ്ടാവണം, എന്നാലേ പറ്റാൻ പറ്റുള്ളൂ. ഏതുപോലെ എന്ന് പറഞ്ഞാൽ ഒരു വിത്ത് വലിയ ആൽമരമാവണം. അപ്പോൾ അത് പരിണാമം കൊണ്ടാണല്ലോ ഉണ്ടാവുന്നത്, പലതരം പരിണാമങ്ങൾ. കഴിഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി എന്താണ് ആലിൻ്റെ ഇത് അവസാനിച്ചില്ല, അനവധി വിത്തുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ എന്ത് ചെയ്തു? അതിൽ തന്നെ സംഭരിത ശക്തിയായിട്ട് ഇരിക്കുക. അതുകൊണ്ടാണല്ലോ ആലുണ്ടായത്. പാശ്ചാത്യ ശാസ്ത്രജ്ഞന്മാർ എന്തിനു കൈനാറ്റിക് അല്ലെങ്കിൽ വിജൃംഭിത ശക്തിയെ പറ്റി മാത്രമേ ചിന്തിച്ചുള്ളൂ. ഭാരതീയ മഹർഷിമാർ സംഭൃത ശക്തിയെ പറ്റി പറഞ്ഞു. കാരണം സംഭൃത ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ വിജൃംഭിതം വയ്ക്കൂ. എൻ്റെ കുയിലുണ്ടാക്കാനുള്ള സാധനമില്ലേ, അതൊന്നല്ലേ വികസിക്കാൻ വയ്ക്കൂ. വികസിക്കണമെങ്കിൽ എന്ത് വേണം? അതിൻ്റെ മുമ്പേ വികസിക്കാത്ത ഒരു രൂപത്തിൽ അത് നിൽക്കണം. അവിടെ സാധിക്കില്ല. അതാ ഇവിടെ പറയുന്നത്. കൽപ്പക്ഷയങ്ങൾ എന്ന് പറഞ്ഞാൽ നശിക്കലില്ല. ഒന്ന് എങ്ങനെയാണ്? പ്രത്യക്ഷമായിട്ടിരിക്കണം. അത് മറ്റേതൊന്ന് ഉള്ളിലേക്ക് പരോക്ഷമായിട്ട് താഴ്ന്നു നിൽക്കണം. ഇപ്പോൾ ഇലക്ട്രിസിറ്റി ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്, അത് പ്രത്യക്ഷമാണെങ്കിൽ ഒരു ഉപാധി വേണം. അതുകൊണ്ട് ട്യൂബ് പൊട്ടിയാൽ ഇലക്ട്രിസിറ്റി നശിക്കണമെന്നില്ല. അത് എവിടേക്ക് പോകണു? നമുക്ക് കാണാൻ പറ്റാത്ത എല്ലാ ദിക്കിലും നിറഞ്ഞു എന്നെയുള്ളൂ. പിന്നെ അത് നിങ്ങളുടെ വരുന്നല്ലേ. ഇതുപോലെ ജീവിതത്തിൽ ഈശ്വരൻ എല്ലാം ഉണ്ടാവണു, ഈശ്വരനിലേക്ക് തന്നെ എല്ലാം പോണു. നശിക്കലെന്നൊന്നും ഇവിടെ ഇല്ല പറയണം. സർവഭൂതാനി കൗന്ദേയ പ്രകൃതിം യാന്തി മാമികം കൽപ്പക്ഷയെ പുനഃസ്ഥാനി കൽപ്പാതോ വിസർജാമികം. നമ്മുടെ ഈ ഗീതയൊക്കെ വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കാനുള്ളത്, ഇതിവിടെ നമ്മൾ സാധാരണ ആളുകളുടെ മതം പോലെ ഒരു അമ്പലത്തിൽ പോലോ ഈശ്വരന് അവിടെ തൊഴിലോ എന്തെങ്കിലും മേടിക്കലോ കുറച്ച് തീർത്ഥയാത്ര ചെയ്യലോ അല്ല. ഓരോ കാര്യങ്ങളും സസൂക്ഷ്മം ചിന്തിച്ച് അതിനെപ്പറ്റി ആലോചിച്ച് അതിൻ്റെ കാര്യകാരണങ്ങളെപ്പറ്റി മനസ്സിലാക്കിയിട്ട് ഇതിൻ്റെ അവസാന കാരണം എന്താണ് എന്നുവരെ എത്തുന്ന മഹത്തായ ഒരു ശാസ്ത്രമാണ് ഈ ഹിന്ദുധർമ്മം. മറ്റൊരു ദിക്കിലൊന്നും പ്രശ്നമില്ല, ഒക്കെ വിശ്വസിക്കലാണ്. ഇവിടെ വിശ്വസിക്കേണ്ട പ്രശ്നമില്ല. ഞാൻ ഗീതയിൽ വിശ്വസിക്കുന്ന ഒരു വാക്കില്ല, അനുഭവിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ അതേവരെ നമ്മൾ സംസാരിച്ചത് ആരോട് വേണമെങ്കിൽ പറയാം. കാരണം അനുഭവമില്ലാത്ത ഒരു കാര്യവും ഭഗവാൻ നമ്മളോട് അംഗീകരിക്കാൻ പറയണില്ല. മറ്റുള്ള പലരും അതില്ലാണ്ട് അവർ പറഞ്ഞത് ശരിയാണെന്നായിട്ട് പറഞ്ഞോളാം. എന്താ കാരണം വെച്ചാൽ ഞങ്ങളുടെ പുസ്തകത്തിൽ അതുണ്ടെന്നാ. അപ്പോൾ വിവേകാനന്ദ സ്വാമി പറയാറുണ്ട്, മുസൽമാൻ്റെ പുസ്തകത്തിലുണ്ട് അത്രേ കാഫിറുകൾ വെച്ചാൽ ഈശ്വരവിശ്വാസത്തിൽ അവർക്ക് മനസ്സിലായിട്ടില്ല, അവർ മതത്തെ വിശ്വസിക്കാരെയൊക്കെ കൊല്ലാം എന്ന് അതിലുണ്ടത്രേ. ഞാൻ അത്ര പഠിച്ചിട്ടില്ല, എങ്കിലും ഞാൻ വായിച്ചു നോക്കിയത് അങ്ങനെയൊന്നും അല്ലയെന്നാണ് എനിക്ക് മനസ്സിലായത്. അധികം ഖുറാൻ്റെ ഞാൻ വായിച്ചപ്പോൾ ഇവിടെ ഈശ്വരൻ മാത്രമേ ഉള്ളൂ എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നബി. അപ്പോൾ ഒന്ന് തന്നെയുള്ളൂ വ്യക്തതല്ലേ. പിന്നെ ബാക്കിയുള്ളവർത്തൊക്കെ വിഷമം. അപ്പം മറ്റേ ആളെ കൊല്ലാം എന്നൊക്കെ എവിടുന്ന അർത്ഥം വന്നതെന്ന് എനിക്കറിയില്ല. ഏതായാലും അവിടെ അതൊരു മൃഗീയതര ഭാവമാണ്. മറ്റേ ആളെ കൊല്ലാൻ പറഞ്ഞാൽ ഇയാൾക്ക് അധികം ശക്തി ഉണ്ടെങ്കിലല്ലേ അയാളെ കൊല്ലിട്ട് ഇയാളെ മുസൽമാനാക്കാൻ പറ്റൂ. അയാൾക്ക് അധികം ശക്തി വെച്ചാലോ മുസൽമാൻ്റെ പണി നിർത്തി അകടാവുമല്ലോ. അപ്പോൾ ഇതിനൊരു അർത്ഥമില്ല, ചിന്തന ഇല്ലാണ്ടേ എന്താ വിശ്വസിക്കാൻ പറയാം. അത് വയ്യ. മോഡേൺ ഇത് കഥ പറയാണ്. മുസ്ലിംസിനെ അങ്ങനെയാണെന്ന് പറഞ്ഞെങ്കിൽ ആ ഇറാഖിനെ അമേരിക്ക കടന്നു പിടിച്ചു പോകും. അവിടെ അതൊന്നുമല്ല പെട്രോളിൻ്റെ കഥ. എന്നാലും വേണ്ടില്ല, ബനി ശക്തി ചുരുങ്ങുമ്പോൾ മറ്റേ കയറി. ഇനി മറ്റവനെ അപ്പോൾ ഇവിടെ മുസൽമാൻ തോറ്റു എന്നും അല്ലാണ്ട് ക്രിസ്ത്യൻ ജയിച്ചു എന്നും അർത്ഥം പറയാൻ വിടുമോ? ഇല്ല. ഇത് വെറും എക്കണോമിക്സാണ്, ഇതിൽ അധ്യാത്മമില്ല. അതുമാതിരി മറ്റൊരാളെ എന്താണ് ഈ മാസത്തിലേക്ക് വരുന്നില്ലെങ്കിൽ കൊല്ലാന്ന് പറഞ്ഞത് അത് വെറും മൃഗീയത മാത്രമാണ്, അതിലൊരു സയൻസൊന്നുമില്ല. അതുകൊണ്ടാണ് അത് എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ല. ഞങ്ങളുടെ പുസ്തകത്തിൽ അതുണ്ടെന്ന്. നിങ്ങളുടെ പുസ്തകത്തിലുണ്ട്, എൻ്റെ പുസ്തകത്തിൽ മറ്റിച്ചുണ്ടോ പറഞ്ഞാലോ. നമുക്ക് പുസ്തകത്തിൻ്റെ പ്രശ്നമില്ല. വിവേകാനന്ദ സ്വാമി പറയും പുസ്തകത്തിൽ എന്തൊക്കെ ഉണ്ടാവാം, അതൊന്നുമില്ല, നമുക്ക് സ്വാനുഭവം ഉണ്ടോ. ഇപ്പോൾ ഗീത പറയണത് മനുഷ്യന് അനുഭവമുള്ളത്,
അല്ലാണ്ട് ഹിന്ദുവിന് അനുഭവമുള്ളതും ക്രിസ്ത്യാനിക്ക് അനുഭവമുള്ളതും മുസൽമാന് അനുഭവമുള്ളതും ഗീതയ്ക്ക് പറയാനില്ല. മനുഷ്യന് അനുഭവമുള്ളത്. പിന്നെ അതുകൊണ്ട് നമ്മുടെ മതം ഈ സെക്ടേറിയനല്ല, ഒരു വ്യക്തിക്ക് പറ്റി പറയില്ല, കേമല്ല. നമ്മുടെ മതം ഒരു മതമേ ഉള്ളൂ. അവിടെയും അഹങ്കാരവും അഭിമാനവും വരാൻ പാടില്ല. മുസൽമാൻ മതവും ക്രിസ്ത്യൻ മതവും പറയുന്നത് ഹിന്ദു മതമൊക്കെ ഒന്ന് തന്നെയാണ്. വിവരമില്ലാത്തതുകൊണ്ട് മൂന്നാണെന്ന് ധരിക്കുക. അപ്പം നമുക്ക് അവർക്ക് വിവരമില്ല എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ നമുക്കൊരു വിവരമില്ലായിരുന്നു. കാരണം അവണ്ടെന്ന് വരുമല്ലോ. അപ്പോൾ ഹിന്ദു ഒരിക്കലും മറ്റൊരു മതത്തിനെ നിന്ദിക്കുക പരിവില്ല. കാരണം അതൊരു സ്റ്റേജിൽ നിൽക്കുക, അങ്ങനെ വരുമല്ലോ. അപ്പോൾ അതാ പറഞ്ഞത്, സർവഭൂതാനി കൗന്ദേയ പ്രകൃതിം യാതി മാമികം കൽപ്പക്ഷയ പുനഃസ്ഥാനി കൽപ്പാദോ വിസർജാമ്യഹം പ്രകൃതിം സ്വാം അവഷ്ടഭ്യ വിസർജാമി പുനഃ പുനഃ ഭൂതഗ്രാമം എമ്മം ക്ലിസ്തം അവശം പ്രകൃതേർ വശാൽ. അതല്ലേ ഇപ്പോൾ പറഞ്ഞത്? അതെയോ? എട്ടല്ലേ പറഞ്ഞ് വായിച്ചത്? വായിക്കണം. പറഞ്ഞത് പ്രകൃതി സ്വാം അവഷ്ടഭ്യ വിസർജാമി പുനഃ പുനഃ ഭൂതഗ്രാമമിമ്മം ക്ലിസ്തം അവശം പ്രകൃതേർ വശാൽ എന്നാണ്. ഇവിടെ ഈ കാണുന്ന മാറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് എവിടുന്നാണ് ഉണ്ടായത് വെച്ചാൽ വാസന എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയ സങ്കല്പമാണ്. ആ വാസന ഇത് ഭഗവാനെ ബാധിക്കില്ല. കാരണം ഭഗവാന് വാസനയല്ല, വസ്തുതയാണ്. ഭാവനയും വസ്തുതയും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. ഭഗവാന്റെ വസ്തുതയാണ്. നമ്മൾ ഭാവന ഉണ്ടാകുമ്പോൾ എന്തുണ്ടാവുന്നു? പലതും ഭാവിക്കാം. ഒരു ഉദാഹരണം കൊണ്ട് പറയാം. പ്രകൃതിയും സ്വാം അവഷ്ടഭ്യ, ഞാൻ എന്ത് ചെയ്യുന്നു? പ്രകൃതിയെ സ്വീകരിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഇതിനെ വീണ്ടും വീണ്ടും ഉണ്ടാക്കുന്നു. ഒരു ഉദാഹരണം പറയാം, നല്ല മനസ്സിലാവുള്ളൂ. ഇപ്പോൾ സിനിമ കാണുന്നു. സിനിമ കാണെങ്കിൽ 2-3 കാര്യങ്ങൾ വേണം. ഒന്ന്, ഇരുട്ട് വേണം. നല്ല വെളിച്ചത്തിൽ സിനിമ കാണില്ല. ഒട്ടും വിളിച്ചില്ലെങ്കിലും സിനിമ കാണില്ല. കാരണം ഒരു ലൈറ്റ് വരണമല്ലോ, അങ്ങനല്ലേ? അപ്പോൾ വിളിച്ചുമില്ല ഇരുട്ടുമില്ലാത്ത, അതായത് പൂർണ്ണത ഇല്ലാത്ത ഒരു സ്ഥലത്തെ ഇത് കാണുവയ്ക്കും വയ്യ. മാത്രമല്ല, ആ സിനിമ എന്ന് പറഞ്ഞാൽ മുമ്പ് അവിടെ ഉണ്ടാക്കി വെച്ചതാണ്, പുതുതൊന്നും കാണിക്കാൻ വയ്യ. ആ സ്ക്രീനിൽ അവിടെ ഫിലിമിൽ എന്തുണ്ടെന്ന് വെച്ചാൽ അതേ അവിടെ കാണുള്ളൂ, അല്ലാണ്ടൊന്നും വരില്ല. മാത്രമല്ല, ഇതൊക്കെ കാണണമെങ്കിൽ അവിടെ ഒരു സ്ക്രീൻ വേണം. ആ സ്ക്രീനിൽ ഇരുന്ന് സാധിക്കില്ല. ആ സ്ക്രീനിന് പുറത്ത് ഇതൊക്കെ ഉണ്ടായാലേ സിനിമ ഉള്ളൂ. ഇതുപോലെ ഇവിടെ ആ സ്ക്രീനാണ് ഈശ്വരൻ്റെ തന്നെ ചൈതന്യമാണ് വെളിച്ചം. അത് പൂർണ്ണത അല്ലാതെ വരുമ്പോൾ എന്താ പറയുക, മുഴുവൻ വെളിച്ചമില്ല ഇരുട്ടുമില്ല, അങ്ങനൊരു സന്ദർഭം വരും. അതാണ് വാസന. മനസ്സിലാവുന്നില്ല പറയണ്ടേ? ആ വാസന എന്നുള്ളപ്പോൾ ഇത് സാധിക്കുള്ളൂ. പൂർണ്ണ വെളിച്ചാണെങ്കിൽ ഇല്ല. വാസന തീരെ ഇല്ലാണ്ടേ പിന്നെ ഇരുട്ടിൻ്റെ ഒരു പ്രശ്നമില്ല. അപ്പോഴേ അത് സാധിക്കുള്ളൂ. അങ്ങനെ വരുമ്പോൾ പലതും കാണും. നമ്മൾ ആ അവിടെ സ്ക്രീനിൽ അഗ്നിബാധയൊക്കെ ഉണ്ടാവും. പക്ഷേ ആ സ്ക്രീൻ കത്ത വരില്ല. നമുക്ക് തോന്നുകയാണ് അഗ്നിബാധനെന്ന്. അതുമാതിരി വെള്ളം നിറഞ്ഞു തോന്നും, അത് നനയാറില്ല. മാത്രമല്ല, അത് ലേശം ഒന്ന് അനങ്ങിയാൽ മതി, എന്നാൽ സിനിമ ഇല്ല. കാരണം അത് നിൽക്കുന്ന സ്ഥലത്ത് വേണം. എന്നുവെച്ചാൽ ഏത് സ്ഥലത്തും സ്ഥിരമായത് അല്ലെങ്കിൽ നിരപേക്ഷമായതെന്നർത്ഥം. ആ നിരപേക്ഷമായ ഒന്നിൻപിലാണ് ഈ വാസന പലതിനെയും കാണിക്കണം. സിനിമ കാണിക്കുന്നത് നമുക്ക് അനുഭവമാണ്, ആണല്ലോ. അല്ലെങ്കിൽ സിനിമ കാണാൻ പറ്റില്ല. ഇതുപോലെ ഭഗവാൻ എന്നുള്ള നിരപേക്ഷമായ ഒന്നിൻ്റെ മുകളിൽ ഭഗവാൻ തന്നെ എന്തിനാന്ന് ചോദിച്ചാൽ ഏകോ ഒന്ന് രമത്തെ എന്നുണ്ട് ഈ ഉപനിഷത്തിൽ. ഒറ്റയ്ക്ക് കളിക്കാൻ വയ്യ. അപ്പോൾ കളിക്കണമെങ്കിൽ വേറെ ഒന്നാകണമല്ലോ. നമ്മൾ തന്നെ എങ്ങനെ ഇരിക്കുമ്പോൾ സന്തോഷിക്കണമെങ്കിലും ദുഃഖിക്കണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാറിയോ? സങ്കല്പിച്ചാൽ മതി. ഇരുന്നിട്ട് ഇങ്ങനെ പെടാതെ സങ്കല്പിച്ചാൽ ദുഃഖിക്കാൻ ഒരു പ്രശ്നമില്ല. നല്ലതൊക്കെ സങ്കല്പിച്ചാൽ സന്തോഷിക്കാൻ രണ്ടും ചെയ്യാൻ നമുക്കറിയാം. എന്നിട്ട് നമ്മൾ ചിലപ്പോൾ സങ്കല്പിക്കാറില്ലേ? ഇയാൾ ഇരുന്നിട്ട് എന്താണ് സ്വപ്നലോകം കണ്ണ് ഞാൻ അങ്ങനെ ഉണ്ടാവും. ഞാൻ ഒരു നമ്പൂതിരിയുടെ കഥ കേട്ടിട്ടുണ്ട്. പണമൊക്കെ പോയി, ഇല്ലാത്തൊന്നുമില്ല, വീടുണ്ട്, മന. അപ്പോൾ ഒരു
നല്ല പ്ലാവുണ്ട് പരീക്ഷ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ. അപ്പോൾ അതുപോലെ കുറേ ചക്ക നല്ല പ്ലാവാണ്. അപ്പോൾ അതൊക്കെ ആ ചക്കയൊക്കെ വിറ്റിട്ട് വേണം വല്ലതും കാശ് പൈൽ കിട്ടണമെങ്കിൽ. അപ്പം നമ്പൂരി അവിടെ ഇരിക്കുമ്പോൾ അങ്ങനെ ദിവാസ്വപ്നം കണ്ടു. ഒരു നിധി കിട്ടി, അപ്പോൾ കുറേ പണം കിട്ടി. അന്നൊക്കെ പിന്നെ അന്ന് ഈ പാടങ്ങളൊക്കെ മേടിച്ചു. അപ്പോൾ ധാരാളം നെല്ല് വരാണ്ട്, ഒരു 15,000 20,000 പറ നെല്ല് പാട്ടം ഞാനൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. കൊണ്ടുവരുന്ന ഊണയ്ക്ക് ഒരു പണിയെടുക്കാണ്ടേ അതിൻ്റെ പാപം ആണ് ഇപ്പോൾ നല്ലൊരു അനുഭവിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ അമ്പൂരിക്ക് അവരിന്ന് സ്വപ്നം കാണുന്നു. പടിയുടെ അവിടെ വരുമ്പോൾ ചാക്കിലാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ കൊമ്പ് തന്നെ താണു നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് തടിയോടെ, അപ്പോൾ വിഷം വരും. അപ്പോൾ സമ്പൂരി പേര് വെട്ടി നിന്നിട്ട് ആ കൊമ്പ് അങ്ങോട്ട് വെട്ടി തന്നെ കാപ്പില വെട്ടി കഴിഞ്ഞപ്പോഴാണ് ഈ ഓർമ്മ വന്നത്. ഉള്ള ചക്കയും പോയി, ഒന്നുമില്ല. ഇവിടെ ഇതൊക്കെ പറഞ്ഞതൊക്കെ സങ്കല്പമാണ്, ഒരു വസ്തു ഉണ്ടായിട്ടില്ല, ഉള്ളതും പോയി നഷ്ടം. നമ്മളും അങ്ങനെ തന്നെയാണ്, ഇരുന്ന് സങ്കല്പിക്കും, എന്നിട്ട് ആ സങ്കല്പിച്ച് നടക്കാഞ്ഞിട്ട് നിലവിളിക്കും. എന്തിനാ ആദ്യം സങ്കല്പിക്കുന്നത്? ഭഗവാൻ എന്താ പറഞ്ഞത്? സങ്കല്പിക്കാതിരിക്കൂ, എന്നാൽ പിന്നെ പ്രശ്നമില്ല. സങ്കല്പിക്കാനും സങ്കല്പിക്കാതിരിക്കാനും കഴിവുണ്ട്. അതിന് സങ്കല്പിക്കാതിരുന്നാൽ മതി. ഇനി അഥവാ സങ്കല്പിക്കുകയാണെങ്കിൽ നല്ലത് സങ്കല്പിക്കുക. പക്ഷേ അസാമാന്യം ആളുകൾക്ക് പറ്റില്ല. അതാണ് ഇവിടെ പറഞ്ഞത്. വാസന ഉണ്ടല്ലോ. വേറൊരു സ്വാമി പറഞ്ഞ ഉദാഹരണം, കാറ് അത് ഡ്രൈവറിൻ്റെ അല്ലാണ്ട് ആ പറഞ്ഞിട്ട് കാര്യമില്ല. അതിൽ പെട്രോൾ ഉണ്ടെങ്കിലല്ലേ അത് പോവുള്ളൂ. പെട്രോൾ ആണ് ഇതിനെ ഓടിക്കുന്ന സൗകര്യമൊക്കെ ചെയ്യണം. ഇവിടുന്ന് തൃശ്ശൂർക്ക് പോകണം, ശരി 3/4 മണിക്കൂറിൽ തൃശ്ശൂരെത്തി. അതിന് നമ്മൾ ആരെങ്കിലും പെട്രോളിനോട് സന്തോഷം പറയാറുണ്ടോ? നിങ്ങളാണ് ഒക്കെ ചെയ്തത്, പറയാറില്ല. പെട്രോൾ ഇല്ലെങ്കിൽ ഒന്നും ഇല്ല, പക്ഷേ പറയാറില്ല. നേരെ വഴിക്ക് പോകണ വഴിക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ട്. അപ്പോൾ അതിനും പെട്രോളിന് ചെയ്ത് പറയും. പെട്രോൾ നിങ്ങൾക്ക് പവർ തന്നു അല്ലാണ്ട് നിങ്ങൾ സമയത്തിന് എത്തണ്ടോന്നൊക്കെ ആരുടെ പണിയാണ്? ഈ ഡ്രൈവറുടെ പണിയാണ്. അതുപോലെ മനുഷ്യന് വാസനയുണ്ട്. അതുകൊണ്ട് നല്ലത് ചെയ്യണമെങ്കിലും തകരാറ് ചെയ്യണമെങ്കിലും നമുക്ക് സാധിക്കും. അതിന് നിങ്ങൾ വാസനയെ കുറ്റം പറയരുത്, ആ വാസന ഉണ്ടായ ഈശ്വരൻ്റെ ഒട്ടും കുറ്റം പറയരുത്. അല്ലേ? ഇതൊക്കെ ഉണ്ടായത് കാറാണോ? അതുണ്ടായിട്ട് ഇതൊന്നും അതിന് ബാധകമല്ല. നിങ്ങൾ നമ്മുടെ പ്രവൃത്തി ചെയ്യാത്തത് കൊണ്ടാണ് ഈ പ്രശ്നമൊക്കെ വന്നത്. അതുകൊണ്ട് എന്തുവേണം നമ്മൾ വാസന എന്നുണ്ടല്ലോ, ആ വാസനയാണ് ചെയ്യുന്നത്. ആ വാസനയെ നമ്മുടെ കൺട്രോളിലൊക്കെ. ഇപ്പോൾ അതില്ല, നമ്മൾ അതിൻ്റെ കൺട്രോളിലാണ്. അപ്പോഴാണ് നമുക്ക് ദുഃഖം വരുന്നത്. ഇത് വരരുത്. എന്ത് കാര്യങ്ങളും ഞാൻ ചെയ്യുന്നു എന്ന അഹങ്കാരം വരുമ്പോഴേ നമുക്ക് വിഷമമുള്ളൂ. ഞാൻ അല്ല ചെയ്തത് എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടില്ല. ഞാനും അപ്പം എൻ്റെ അല്ലേ, ലോകത്തുള്ള സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കാരണം ആ പറമ്പ് എൻ്റെയാണ് എന്ന് ഞാൻ വിചാരിക്കുമ്പോഴേ എനിക്ക് വിഷമമുള്ളൂ. കാരണം അവിടെ ഒരു പ്ലാവോ അല്ലെങ്കിൽ തെങ്ങോ വീണാൽ എൻ്റെ പറമ്പിലേ ആയാലും എനിക്ക് വിഷമം. എൻ്റെ പറമ്പ് വെച്ചാൽ ഞാനാണ് അതിൻ്റെ ഉടമസ്ഥന്ന് അഹന്ത ഉണ്ടാവണമല്ലോ എൻ്റെ വരെ. വേറൊരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു തെങ്ങ് പൊട്ടി വീണു അല്ലെങ്കിൽ പ്ലാവ് പൊട്ടി വീണു, നമുക്ക് യാതൊരു പ്രശ്നമില്ല. കാരണം അഹന്തിയില്ല, മമതിയില്ല. അഹന്തിയും മമതി ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഈ അഹന്തിയും മമതിയും നമ്മളുണ്ടാക്കിയതാണ് അല്ലേ? ശ്രീരാമസ്വാമി തമാശയായിട്ട് പറയാറുണ്ട്, ഭഗവാൻ 2 സമയത്താണ് ചെറുക്കുക എന്ന് പറയാറുണ്ട്. ഒന്ന്, ഏട്ടനും അനിയനും കൂട്ടി പറമ്പ് ഭാഗം വയ്ക്കുമ്പോൾ ഒരു വര വരച്ചിട്ട് ഇവിടുന്ന് കിഴക്ക് ഭാഗം ഏട്ടനും പടിഞ്ഞാറ് ഭാഗം എനിക്കും എന്ന് പറഞ്ഞാൽ ഭഗവാൻ ചെറുക്കും അത്രേ. കാരണം എന്താ പറയുക, കിഴക്ക് ഭാഗവും പടിഞ്ഞാറ് ഭാഗവും ഇന്ത്യയാണ്, നിങ്ങളുടെ അല്ല. നിങ്ങൾക്ക് പടിഞ്ഞാറുമില്ല കിഴക്കുമില്ല, ഭൂമി ഇന്ത്യ. അപ്പോൾ ഇത് നമ്മൾ വരയൊക്കെ വരച്ചിട്ട് തന്നെ പറയുമല്ലോ, അപ്പോൾ ഒന്ന് ചുരുക്കിയും പറയും. കാരണം ഇത് മുഴുവൻ ഈശ്വരൻ്റെയാണ്, അത് എൻ്റെയാണെന്ന് പറയുമ്പോൾ. മറ്റൊന്നുള്ള ജീവിതത്തെ പറ്റിയാണ്. കുട്ടിക്ക് സുഖമില്ല. അപ്പോൾ വൈദ്യർ വന്നു നോക്കിയിട്ട് പറഞ്ഞു, ഭീണ്ടമ്മേ മറ്റന്നാളേക്ക് മാറ്റി തരാം, സംശയമില്ല, മാറും, മരുന്നൊക്കെ തരാൻ പറഞ്ഞു. അപ്പോഴൊന്നും ഭഗവാൻ ചുരുക്കും പറഞ്ഞു. കാരണം മറ്റന്നാളേക്ക് ഇയാൾ വരുമെന്ന് ശല്യ, അതിൻ്റെ അയാൾ മരിക്കും ശല്യ, അതിൻ്റെ ഇയാൾ പോണേൻ്റെ പോയി കുട്ടി മരിക്കുമെന്ന് അറിയില്ല. ആയുസ് ഇവരുടെ കീഴിലൊന്നുമല്ല, ഈശ്വരൻ്റെ കീഴിലാണല്ലോ. അപ്പോൾ ഇങ്ങനെ 2 സമയത്തേ ഉള്ളൂ. കാരണം മമത, അഹന്ത മമത അധികം നോക്കി മമതയാണ് വരുന്നത്. ഇപ്പോൾ എന്തെല്ലാം ദുഃഖങ്ങളുള്ള കാര്യങ്ങളൊക്കെ നടക്കണു, നമ്മുടെ ആളില്ലെങ്കിൽ നമുക്ക് ദുഃഖമില്ല, നമ്മുടെ ആളുണ്ടെന്ന് തോന്നുക. അതൊക്കെ ആരാണ്? സങ്കല്പമാണ്. അപ്പോൾ ഭഗവാന്റെ പറയുന്നത് സങ്കല്പം ഉള്ളത് വേണ്ടാത്ത സങ്കല്പിക്കാതിരിക്കുക. അതൊക്കെ ഈശ്വരൻ്റെ സങ്കല്പമാണെന്ന് വിചാരിച്ചിരുന്നാൽ ദുഃഖമില്ലണ്ടി നമ്മൾ. അപ്പം നമ്മൾ അവരാവശ്യമില്ലാണ്ട് ഭാരം തലയിലേറ്റുക. അതിനൊരു ഉദാഹരണം കൊണ്ട് നമുക്ക് മനസ്സിലാവുക. ഒരാൾ കുതിരപ്പുറത്ത് പോവാണ്, അയാളുടെ വലിയ ഭാണ്ഡുണ്ട്, അത് അയാൾ തലയിൽ വെച്ച് വയ്ക്കുക. അപ്പോൾ ഒരാൾ ചോദിച്ചു, എന്തായാലും നിങ്ങൾ ഇതിൻ്റെ തലയിൽ വെച്ചിരുന്നു? പറഞ്ഞു, ഈ കുതിരയ്ക്ക് ബുദ്ധിമുട്ട് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് തലയിലിട്ട്.
എടോ തൻ്റെ തലയിൽ വെച്ചാൽ താനും ഈ എന്താണ് ഭാണ്ഡത്തിനും കുതിരനായിട്ടുണ്ടേ. എന്നാൽ ആ ഭാണ്ഡം കുതിരയുടെ മുകളിൽ വെച്ചാൽ തനിക്കെങ്കിലും സ്വീകരിക്കട്ടെ, ബുദ്ധിമുട്ട് കൂടാതെ കഴിയും. അതല്ലേ നല്ലത്. രണ്ടാളും ഭാരല്ലേ. നമ്മളിപ്പോൾ അങ്ങനെയല്ല, ഈശ്വരനാണ് ഇതിൻ്റെ ഭാരമൊക്കെ നടത്തുന്നത്. പക്ഷെ നമ്മൾ ഞാനാ ഭാരം പറഞ്ഞത് ആ തലയിൽ അത് കയറ്റി വെച്ചിട്ട് ഉതിരിക്കുക, അതെടുത്തങ്ങോട്ട് ഇറക്കി അവിടെ വെച്ചാൽ മതി. കാരണം അപ്രകൃതി അതൊക്കെ നടത്തുന്നത്, അത് അതിൻ്റെ ഭാഗം നടന്നോളും. പക്ഷെ നമുക്കത് പോരാ, ഞാൻ നടത്തണം, അഹങ്കാരം വരിക, അത് വയ്യാന്ന് പറയണം. നച്ച മാം താനി കർമാണി വിഭക്തന്തി ധനഞ്ജയ ഉദാസീനം അസക്തം തേഷു കർമ്മസു നച്ച മാം താനി കർമാണി നിബഗ്ധന്തി. ഈ കർമ്മങ്ങളൊന്നും എന്നെ ബാധിക്കുന്നില്ല ധനഞ്ജയ. ഞാൻ ഉദാസീനനായിട്ട് ആസീനം, അസക്തം, അതിൽ ശക്തിയില്ല എനിക്ക്, അല്ലെങ്കിൽ ആസക്തിയില്ല. തേഷു കർമ്മസു. സാധാരണ ചിന്തിച്ചാൽ ആദ്യം ചിന്തിക്കൽ രണ്ട് തരത്തിലാവാം. അതിൻ്റെ മൂലത്തിലേക്ക് ചിന്തിക്കുക, മറ്റേത് അതിൻ്റെ നിലവിൽ നിൽക്കുന്നതിനെ പറ്റി ചിന്തിക്കുക. നമ്മളധികം നിലവിലുള്ളതിനെ പറ്റി ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ചിന്തനല്ല, നമ്മുടെ വെറും വിചാരമല്ല, വികാരപ്പെട്ടിട്ടാ. വികാരത്തിൻ്റെ താഴത്താണ് അതിൻ്റെ എന്താണ് വിചാരം ഉണ്ടാവില്ല. വികാരം പോരാ, വിചാരം വേണം. നമ്മളൊക്കെ വികാരത്തിനെ വിചാരമായിട്ട് മനസ്സിലാക്കുക, അത് വയ്യ. വിചാരം വളരെ വലുതാണ്. എന്താ ഇത്രയൊക്കെ വൈവിധ്യം കാരണം? എന്തൊക്കെ ഇവിടെ കാണുന്നത്? എന്താ ഇതിനൊരു ഒരു എന്താ പറയുക, എല്ലാറ്റിനും ഒരു കാരണം ഉണ്ടാവണമെന്നല്ലോ നമ്മുടെ വിചാരം. അപ്പോൾ ഇതെന്താ അതിന് കാരണം എന്ന് തോന്നുന്നുണ്ട്. അതിനൊരു ഇവിടെ പറയുന്നത് സ്വപ്നം ഉണ്ടല്ലോ, പലതും കാണണമല്ലോ. അതിനെന്താ കാരണം ചോദിച്ചാലോ, ഇല്ലാത്തതാണെന്നാലും നമ്മൾ കാണുമല്ലോ. അതെന്താ കാരണം? അതോ പൂർവ്വവാസന ഉണ്ട്, അതാ സ്വപ്നം. അല്ലെങ്കിൽ സ്വപ്നം കാണില്ല. പഴയ വാസനകൾ പലതും നമുക്ക് സാധിക്കാത്തത് ചിലപ്പോൾ എന്ത് ചെയ്യും, സ്വപ്നത്തിൽ കണ്ടിട്ട് സന്തോഷമാവും. സ്വപ്നത്തിലേ നോത്തുള്ളൂ. കോടീശ്വരനായി ഇപ്പോൾ സ്വപ്നത്തിൽ കണ്ടിട്ട് വേണമെങ്കിൽ സന്തോഷിക്കാം, പുറത്ത് കോടീശ്വരൻ ആവാൻ പറ്റില്ല. എന്നാൽ അങ്ങനെയും സാധിക്കും. സ്വപ്നം എന്നുള്ളത് വളരെ അനുഭവമാണ്. നമുക്ക് പലതും ഇവിടെ കാണുന്നു, ഉണരുന്ന വരെ അതൊക്കെ അനുഭവിക്കുന്നു, ഉണർന്നാൽ അതൊക്കെ ഉണ്ടായില്ലേ പറഞ്ഞു. ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. നമുക്ക് വാസനകൾ പലതുണ്ടാകുമ്പോൾ നമുക്ക് പലത് കാണുന്നു. ആ വാസനയൊക്കെ പോയി നോക്കിയാൽ ഇത് സ്വപ്നമാണെന്ന് മനസ്സിലാവും. അപ്പോൾ പിന്നെ യാതൊരു വിഷമവുമില്ല. അത് സാധിക്കും പറയണം. ഉദാസീന അവിടെ ഞാൻ ഭാഗവതത്തിലൊരു ശ്ലോകം, ഭാഗവതം ഇതിലും കുറേയും കൂടി മേലെയാണെന്ന് പറയേണ്ടി വരും. മേലെയും താഴെയല്ല എങ്കിലും അതിസൂക്ഷ്മത കുറച്ച് കൂടും ചിലയ്ക്കില്ല ഭാഗവതത്തിൽ ഗീതയേക്കാൾ. അവിടെ കവി എന്ന ഒരു യോഗീശ്വരനോട് ഈ ഭാഗവത ധർമ്മം എന്താ എന്ന് ചോദിക്കുക. അപ്പോൾ ഒരു ശ്ലോകം പറയാം. ഈ ഉദാസീനത എന്ന് പറയാനാണ് ആ ശ്ലോകം. ചെല്ലാൻ ഞാനൊന്ന് മന്യേ അകുതശ്ചിൽ ഭയം അച്യുതസ്യ പാദാംബുജോപാസനം അത്ര നിത്യം ഉദ്യുഗ്നബുദ്ധേ അസദാത്മഭാവാൽ വിശ്വാത്മനോ യത്ര നിവർത്തതേഭി. അതിസൂക്ഷ്മമായ കാര്യം പറഞ്ഞു. അകുതശ്ചിൽ ഭയമാണ് നമുക്ക് ഉള്ളതേ. ഭയം എപ്പോഴും രണ്ടാമതൊന്നേ ഭയമുള്ളൂ. എന്നിൽ നിന്ന് എനിക്ക് ഭയമില്ല. അദ്ദേഹം പറയുന്നത് അകുതശ്ചിൽ ഭയം, ഒരു വിധത്തിലും ഭയമില്ലാതെ ആവണമെന്നുണ്ടെങ്കിൽ ഒറ്റ മന്യേ അകുതശ്ചിൽ ഭയം അച്യുതസ്യ പാദാംബുജോപാസനം. അച്യുതൻ്റെ പാദങ്ങളെ ഭരിക്കുക. അച്യുതൻ എന്ന് പറഞ്ഞാൽ ഒരാളല്ല, ച്യുതി എന്ന് പറഞ്ഞാൽ കീഴ്പോട്ട് വരിക എന്നർത്ഥമാണ്. കീഴ്പോട്ട് വരാത്തത്, കീഴ്പോട്ട് വരിക. അല്ലെങ്കിൽ അപ്പം മേൽപോട്ടും പോലല്ലോ, കീഴ്പോട്ട് വന്നാൽ മേൽപോട്ടും. അതായത് ചലനം ഉണ്ടാവും. ചലനമില്ലാത്ത ഒരാളുണ്ട്, അയാളാണ് അച്യുതൻ. അല്ലാണ്ട് ശ്രീകൃഷ്ണൻ എന്ന് മാത്രം അർത്ഥമല്ല, നമ്മുടെ വാക്കിനൊക്കെ തന്നെയാണ്. ഒരു വിധത്തിലുള്ള ചലനമില്ലാത്ത ആ ആളുടെ പാദങ്ങളെ ഭജിക്കുക, അതിനെ ആശ്രയിക്കുക. ഇതിനെ നിരപേക്ഷത്തെ ഉദ്യുഗ്ന ബുദ്ധേ അസദാത്മഭാവാൽ. ഇപ്പോൾ നമുക്ക്
ഉദ്വേഗം ഉണ്ടാവുന്നുണ്ട്. എന്താ കാരണം? അസത്ത് ആത്മഭാവം. അസത്ത് വെച്ചാൽ അസത്ത് എന്നുള്ള വാക്കിനർത്ഥം മാറ്റം വരുന്നത് എന്നർത്ഥമേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ സാധാരണ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ട് വർക്കുവാളുകൾ എന്താ ഒന്നുകൂടി പറയണം. അപ്പോൾ ഒരു കുട്ടിയോട് പഠിക്കാൻ പറഞ്ഞു, അവനകാണ്ട് പോയിട്ട് കളിക്കാൻ തുടങ്ങിയാൽ എടാ അസത്തേന്ന് വിളിച്ചു നമ്മൾ. അതിപ്പോൾ നമ്മളെന്താ അർത്ഥം അറിഞ്ഞിട്ടില്ല. പഠിക്കാൻ പറഞ്ഞത് നീ എന്താ കളിക്കാൻ പോയതെന്നോ അപ്പുറം മാറ്റം വന്നല്ലോ, അതിനാണ് അസത്ത് എന്ന് പറഞ്ഞത്. അപ്പോൾ മാറ്റം വരുന്നതൊക്കെ എന്താണ്? അസത്ത്, സത്തില്ലാത്തത്. ഇപ്പോൾ കരിമ്പിൻ്റെ നീര് സത്ത്, ചണ്ടി അസത്ത്, അങ്ങനെയാണല്ലോ അസത്ത്. അസത്ത് ആത്മഭാവാൽ ഈ ശരീരമാകുന്ന മാറ്റം വരുന്ന ശരീരമാണ് ഞാൻ എന്ന് ധരിക്കുമ്പോഴാണല്ലോ ഭയം വരുന്നത്. ഈ ശരീരം പോകുന്നത് മന്യേ അകുതസ്ഥിൽ ഭയം അച്യുതസ്യ പാദാംബുജോപാസനം അത്ര നിത്യം ഉദ്യുഗ്ന ബുദ്ധി. അപ്പോൾ ഉദ്വേഗം ഉണ്ടാവും. എന്താ ഉദ്വേഗം? രണ്ട്, അതെ, ഉദിച്ച മേലോട്ട്, വേഗം എന്ന് പറഞ്ഞാൽ സ്പീഡ്. അപ്പോൾ മേലോട്ട് ശ്വാസം വിടലുണ്ടാവും. ഉദ്യുഗ്ന. കാരണം അസത ആത്മഭാവൻ, അസത്തായ മാറ്റം വരുന്ന ശരീരമാണ് ഞാൻ. അതിനെന്ത് ചെയ്യുക? വിശ്വാത്മനോ, ഈ വിശ്വം മുഴുവൻ ഞാനാണ് എന്നറിഞ്ഞാൽ വിശ്വാത്മനോ എത്ര നിവർത്തതേഭി. അപ്പോൾ രണ്ടൊന്നുമില്ല. ഞാനല്ല എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് പേടിയില്ലല്ലോ, ഇല്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യുന്നു? ഭയമില്ലാണ്ടാവണമെങ്കിൽ നിരപേക്ഷനാവണം. സാപേക്ഷനായാൽ അത് പോയാൽ പണമില്ല, അപ്പോൾ ഞാൻ കഷ്ടത്തിലായി. ആരോഗ്യമില്ല, അവനിക്ക് ബുദ്ധിമുട്ടായി. എനിക്ക് പണവും ആരോഗ്യമൊന്നും ഇല്ലെങ്കിലും എനിക്ക് യാതൊരു വിഷമവുമില്ല എന്ന് നമുക്ക് ബോധ്യമായാൽ, ഇപ്പം നമ്മൾ ശരീരം എന്ന് വയ്ക്കുമ്പോൾ അത് വയ്യ. കാരണം നമ്മൾ സാപേക്ഷത്തിനെ പിടിച്ചെടുക്കണത്. അതിലാണ് മനസ്സ് ബുദ്ധിയൊക്കെ. അതിനെ അങ്ങോട്ട് വിട്ടിട്ട് നിരപേക്ഷതയിൽ വയാൻ തരണോ, പിന്നെ പ്രശ്നമില്ല. അത് സാധിക്കുമോ ചോദിച്ചാൽ സാധിക്കുന്നുള്ളത് ഉറക്കം, ഒന്നിനെയും പിടിക്കില്ല. അപ്പോൾ ഉറക്കത്തിൽ എന്തുണ്ട്? സുഖം മാത്രമല്ല, ആനന്ദം എന്ന് പറയട്ടെ, ദുഃഖത്തിൻ്റെ സ്പർശമില്ലാത്ത സുഖമാണ്. അപ്പോൾ നിങ്ങൾ കുറച്ചു നേരം അത് എങ്ങനെയോ കിട്ടുകയെന്ന് നോക്ക്, നിരപേക്ഷത്തോട് യോജിക്കണം. അങ്ങനെ ഒന്ന് നമ്മളിൽ ശക്തി ഉണ്ട് എന്നുള്ളത് നമുക്ക് അനുഭവമാണല്ലോ. അതിനെ ആണ് സമാധിയാക്കാൻ പറ്റണം. ഏതുപോലെ നീന്തം, ഞാൻ പറയാം, നീന്തം നമ്മുടെ ഉണ്ട്, പരിശ്രമിച്ചിട്ട് വേണം ഉണ്ടാക്കാൻ. കാർ ഓടിക്കാൻ ഉള്ള കഴിവ് നമ്മുടെ ഉണ്ട്, സൈക്കിൾ ഓടിക്കാൻ കഴിവ് നമ്മുടെ ഉണ്ട്. നമ്മൾ ഓടിച്ചില്ലെങ്കിൽ അതിൻ്റെ മുകളിൽ കയറിയേ വീഴും. അത് സാധിക്കും. അതുപോലെ നിരപേക്ഷ എന്നൊന്നും നമ്മുടെ ഉള്ളിൽ ഉണ്ടെന്നുള്ളത് സ്വപ്നം നമ്മളെ ഉറക്കം നമ്മളെ മനസ്സിലാക്കി തരും. അത് നമ്മൾ പരിചയിച്ചിട്ടുണ്ടെങ്കിൽ അതിനാണ് സമാധി. അത് സാധിക്കുന്ന അർത്ഥം. അതാ പറഞ്ഞപ്പോൾ ഇവിടെ ഉദാസീന, നമ്മൾ ഇവിടെ എങ്ങനെയാണല്ലോ ഉദാസീന ആസീതം അല്ലേ. എന്നുവെച്ചാൽ താനി കർമാണി നിബന്ധ ഉദാസീന ആസീനം അസക്തം തേഷു കർമ്മസു. ആ കർമ്മങ്ങളിൽ നിന്നും എനിക്ക് ശക്തിയില്ല. കാരണം അവയൊക്കെ പരിമിതങ്ങളാണ്, പരിണാമം വരുന്നതാണ്. പരിണാമം വരുന്നതും പരിമിതങ്ങളോടും കൂടി ഒട്ടിയാൽ ദുഃഖിക്കേണ്ടി വരും. അതില്ല എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഞാൻ ഉദാസീന ആസീനം എന്ന് പറഞ്ഞില്ല, ഉദാസീന ആസീനം. ആസീനം ഇരിക്കുക, ഉദാസീനം വെച്ചാലോ മുകളിൽ ഇതെന്നൊക്കെ വിട്ടിട്ട്. ഇവിടെ നമ്മളൊക്കെ പരിമിതത്തിലും അല്ലെങ്കിൽ എന്താ പറയേണ്ടത്, സാപേക്ഷമായ കാര്യങ്ങളിലാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാം ചിന്ത. ഇവയ്ക്കൊരു നിരപേക്ഷ ഒരു സാധനം വേണമെന്ന് അറിഞ്ഞിട്ട് പോലുമില്ല. അത് അറിഞ്ഞാൽ തന്നെ അങ്ങനെ ഒന്നുണ്ടെന്ന് നല്ല അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ പ്രശ്നം ഉണ്ടാവില്ല. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളായി പറഞ്ഞ കഥയെ പറയല്ല. ദുഃഖത്തിന് കാരണം മുഴുവനും എന്താണത്? ദുഃഖം എന്ന് പറയുന്നത് സുഖമാണ്, ദ്വന്ദ്വമാണ്. ജീവിതത്തിൽ സകല ദുഃഖത്തിൻ്റെയും കാരണം ദ്വന്ദ്വമാണ്. മൂന്ന് തരം ദ്വന്ദ്വമുണ്ട്. ശാരീരികമായ ദ്വന്ദ്വമാണ് ചൂടും തണുപ്പും. അതിന് മനസ്സിന് യാതൊരു ബന്ധമില്ല. കാരണം എനിക്ക് ചൂട് സുഖാ തോന്നാം, മറ്റൊരാൾക്ക് ചൂട് ദുഃഖാ തോന്നാം. തിരിച്ചു തണുപ്പ് കുറച്ച് വെയിൽ കൊണ്ടാകൊള്ളാം ഒരാൾക്ക് വെയിൽ കൊള്ളുക എന്നുള്ളത്. അപ്പോൾ ആ തണുപ്പും ദുഃഖവും ചൂടൊന്നും മനസ്സിന് ആണ് സുഖവും ദുഃഖം. ശരീരത്തിന് ചൂടും തണുപ്പും ദ്വന്ദ്വം. സുഖവും ദുഃഖവും ആരുടെയാണ്? മനസ്സിൻ്റെയാണ്. ഇനി മാനും അപമാനവും ഉണ്ട്, അത് മനസ്സിനല്ല, അത് ബുദ്ധിയുടെ. അങ്ങനെ മൂന്ന് ദ്വന്ദ്വങ്ങൾ. ശീതോഷ്ണ സുഖദുഃഖേഷു തഥാ മാനാപമാനയോ എന്നൊരു ശ്ലോകം ഗീതയിലുണ്ട്. അപ്പം എന്താ ഈ മൂന്ന് കാര്യത്തിന് ശരീരം, മനസ്സ്, ബുദ്ധി. ഇവിടെ ദ്വന്ദ്വങ്ങൾ മൂന്നും ഇല്ലാതിരിക്കുക. പിന്നെ അയാൾക്ക് പരിഭ്രമിക്കാനില്ല. നമ്മളിപ്പോൾ ദ്വന്ദ്വത്തിലാണ് നിൽക്കുന്നത്. ഇന്നത് വേണം, ഇന്നത് വേണ്ട, അങ്ങനെ അത് വയ്യ, അത് വേണം. സുഖം വേണം, ദുഃഖം വയ്യ. സുഖം ദുഃഖം കൂടിയില്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതുമാതിരി മാനം ഉണ്ടായാൽ അവമാനം ഉണ്ടാവും. അവമാനം ഉണ്ടെങ്കിലല്ലോ അത് നമുക്കൊരിട്ട് മാനം ഉണ്ടാവുക. അപ്പോൾ ഈ ദ്വന്ദ്വങ്ങളെ ഇല്ലാണ്ട് ഉദാസീന തേഷു കർമ്മസു. ആ കർമ്മങ്ങളിലൊക്കെ ഉദാസീനനായിട്ട് ഇരിക്കുകയാണെങ്കിൽ പിന്നെ എന്തുണ്ടാവില്ല? ദുഃഖം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? പരിചയിക്കണേ. അതൊക്കെ
അപ്പം നമുക്ക് മനസ്സിലായില്ല. അതിനാണ് സാധന ചെയ്യുക പറഞ്ഞത്. മെല്ലെ മെല്ലെ പരിശീലിച്ചാൽ ഇതിലോട്ട് വല്ലാണ്ട് ഓട്ടമില്ലാതെ നമുക്ക് സാധിക്കും. കുറച്ച് ചിന്തിച്ചാൽ ദുഃഖം വരും, പക്ഷേ അത് വല്ലാതെ ബുദ്ധിമുട്ടിക്കില്ല. അത്രേ സാധിക്കുള്ളൂ. മയ അധ്യക്ഷേണ പ്രകൃതി സൂയത്തെ സചരാചരം ഹേതുനാനേന കൗന്ദേയ ജഗത് വിപരിവർത്തതേ. എല്ലാ ദുഃഖത്തിൻ്റെയും കാരണം എന്താണ്? അജ്ഞാനം. അജ്ഞാനം ചാന്താർത്ഥം അറിവില്ലായ്മല്ല. ഒന്നുകിൽ വിപരീത ജ്ഞാനം അല്ലെങ്കിൽ അപൂർണ ജ്ഞാനം, രണ്ടും ആവാം. എന്ത് ഇങ്ങനെ ഒരു അജ്ഞാനം ഉണ്ടാവാൻ കാരണം എന്ന് ചിലർ ചോദിക്കാറുണ്ട്. അതിന് ഉത്തരമില്ല. എന്താ കാരണം പറയാം. അതിനും കാരണം വെറുതെ പറയില്ല. വിവേകാനന്ദ സ്വാമി അമേരിക്ക പോയിട്ട് സംസാരിക്കുമ്പോൾ ഓരോ കാര്യം ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ബിക്കോസ് ഇറ്റ് ഈസ് ഓൾ ഡ്യൂ ടു ഇഗ്നോറൻസ് എന്ന് 2-3 കാര്യം പറയും. സ്വാമി എന്നെ പറഞ്ഞു, നൗ യു മേ ആസ്ക്, നിങ്ങൾ ചോദിക്കും, സ്വാമി എന്തിനാ ഈ അജ്ഞാനം ഉണ്ടായത്? ഒക്കെ അജ്ഞാനം കൊണ്ട് പറഞ്ഞു. അജ്ഞാനം എന്തിനാണ് ഉണ്ടായത് ചോദിച്ചു. അതിന് ഉത്തരം പറയാൻ വയ്യ അവർ. അതെന്താ വെച്ചാൽ അജ്ഞാനം എന്തിനാ ഉണ്ടായത് എന്ന് അറിഞ്ഞാൽ പിന്നെ അജ്ഞാനം ഉണ്ടാവില്ല. അജ്ഞാനം എന്താ ഉണ്ടായതെന്ന് അറിഞ്ഞാൽ പിന്നെ ഇങ്ങനെ അജ്ഞാനം ഉണ്ടാവുക. ഉദാഹരണം പറയാം. ഇപ്പോൾ ഞാൻ വരുന്ന സമയത്ത് കുട ബസ്സിൽ വെച്ച് മറന്നു എന്ന് പറയും. എന്തേ മറക്കാൻ കാരണം ചോദിച്ചാലോ? എന്തേ മറക്കാൻ കാരണം ചോദിച്ചാൽ ഞാൻ മറന്നുണ്ടാവില്ലല്ലോ. അങ്ങനൊന്നും ഉണ്ടെന്ന് പറയല്ലാണ്ട് എന്തേ മറക്കാൻ ചോദിക്കാൻ വയ്യ അല്ലേ? പക്ഷെ മറവി എന്നൊരു സംഗതി നമ്മുടെ ബുദ്ധിക്ക് ഉണ്ട് എന്നല്ലാണ്ട് എന്താ ഇലക്ട്രിസിറ്റിക്ക് ഇങ്ങനെയൊക്കെ ശക്തി ഉണ്ടാവാൻ കാരണം ചോദിച്ചാൽ ഒന്ന് പറയാൻ വയ്യ. അങ്ങനെയാണോ അത് എന്ന് പറയല്ലാണ്ട് യാതൊരു നോക്കില്ല. അതുമാതിരി ഈശ്വരൻ്റെ പ്രകൃതി ഒന്ന് എങ്ങനെയാണ് ഉണ്ടായത് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല. കാരണം പ്രകൃതി ചലന, ഭഗവാൻ പൂർണ്ണന, എങ്ങനെയാണ് ചലനം ഉണ്ടായി ചോദിച്ചാലോ? അങ്ങനൊരു ശക്തി അതിനുണ്ടെന്ന് മനസ്സിലാക്കുക. നമ്മുടെ വിചാരം ലോകത്തിലെ എല്ലാ കാര്യവും നമുക്ക് മനസ്സിലാവുന്ന വയ്യ. കാരണം എല്ലാ കാര്യവും നമ്മൾ മനസ്സിലാവുക ലേശം ചിന്തിച്ചാൽ ചെറി വരും. എല്ലാ കാര്യങ്ങളും പുറത്ത് മനസ്സിലാവാൻ കൊണ്ട് ഉള്ളിലേക്ക് വരല്ലേ. അപ്പോൾ അവ പുറത്ത് നിൽക്കില്ലല്ലോ. പിന്നെ ഈ അകവും പുറം ഉണ്ടായതുകൊണ്ടല്ലേ ഉള്ളിലാവലും പുറത്താവലും. അതായത് ദ്വന്ദ്വത്തിലേതൊക്കെ ഉള്ളൂ. അദ്വൈതത്തിൽ മറവിയില്ല, ഓർമ്മയില്ല, യാതൊന്നുമില്ല. അവിടെ ഓർമ്മ എന്ന് പറഞ്ഞാൽ മറവിന്ന് വരും. ഈ കാര്യങ്ങളൊക്കെ ദ്വന്ദ്വണം ജീവിതത്തിൽ. നമുക്ക് ദ്വന്ദ്വത്തിന് വിട്ടിട്ട് ജീവിച്ചിരിക്കാൻ സാധിക്കില്ല. കാരണം ശരീരം ജനിക്കുക, മരിക്കുക, സുഖം ഉണ്ടാവുക, ദുഃഖം ഉണ്ടാവുക, ദ്വന്ദ്വമില്ല, ഈ പ്രപഞ്ചമില്ല. അപ്പോൾ അതെന്തേ ഉണ്ടാവാൻ ചോദിച്ചാൽ അത് ഈശ്വരൻ്റെ സങ്കല്പമാണെന്ന് പറയല്ലാണ്ട് യാതൊരു നിവൃത്തിയില്ല. അതവിടെ പറഞ്ഞത് മയ അധ്യക്ഷേണ പ്രകൃതി സൂയത്തെ സ ചരാചരം. ചരാചരങ്ങൾ ചരങ്ങളും അചരങ്ങളും, ഇളകുന്നതും ഇളകാത്തതും. ഇളകാത്തതെന്ന് പറയണുള്ളൂ, വാസ്തവത്തിൽ അവയും ഇളകുണ്ടത്രേ. മലകളൊക്കെ ഇങ്ങനെ വികസിച്ച് വലുതാവണമെന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. ഇതിലൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ എനിക്കറിയാം, എൻ്റെ അവിടെ ഒരു അമ്പലത്തിൽ ഒരു കല്ലുണ്ടായിരുന്നു. അതിങ്ങനെ മെല്ലെ 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 അതിലൊരു രൂപം ഉണ്ടാവുക. കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നാന്തര രൂപമായിട്ട് ആരും കൊത്തിയതല്ല അവിടെ ഉണ്ട്. എങ്ങനെയാണ് ഉണ്ടായത് ചോദിച്ചാൽ അതിനിപ്പോൾ ഇതിനൊന്നും ഉത്തരമില്ല. അങ്ങനെ ഒന്നും ഉണ്ടത് കാണുന്നുണ്ടെന്നല്ലാണ്ട് എന്നാൽ മറ്റു കല്ലുകൾ കാണുന്നില്ല. അപ്പോൾ എന്തോ ഒരു ശക്തി അതിൻ്റെ ഉള്ളിലുണ്ട്. നമ്മുടെ ഉള്ളിൽ തന്നെയല്ലേ. ഞാൻ ഇപ്പോൾ ഒന്നും ഉണ്ടായിട്ടിരിക്കുകയാണെങ്കിൽ എന്താ ഇപ്പം എൻ്റെ ശക്തി ഒന്നും അറിയില്ലല്ലോ. പുറത്തേക്ക് പറയുമ്പോഴല്ലോ അറിയാം. അതവിടെ ഉണ്ട്. അതായത് സംഭരിത ശക്തി, പൊട്ടൻഷ്യലായിട്ട് എന്തോ ഒരു എനർജി എല്ലാറ്റിലും ഉണ്ട്. അതെങ്ങനെ വരുള്ളൂ അതിന് ഉത്തരം പറയാൻ പറ്റില്ല. കാരണം അതറിയണ വരുമ്പോൾ നമ്മൾ സർവജ്ഞനാവും. സർവജ്ഞനാണെങ്കിൽ പിന്നെ ചോദ്യമില്ല. സർവജ്ഞന് ചോദ്യമില്ല. എല്ലാം അറിയുന്ന ആൾക്ക് മനസ്സിലായി. സർവജ്ഞൻ ചോദിക്കാൻ ഒരാളുണ്ട്. ഞാൻ സർവജ്ഞനാ പറഞ്ഞാൽ അയാൾ സർവജ്ഞനായിട്ടില്ല തീരുമാനിച്ചു. കാരണം മറ്റൊരാളുണ്ടെന്ന് അയാൾക്ക് അറിയാലോ. അപ്പോൾ അയാൾക്കെന്നെ സർവജ്ഞനാവുക സാധിക്കില്ല. അപ്പോൾ ഈ സർവജ്ഞൻ എന്നുള്ളത് അയാളൊന്നും മിണ്ടില്ല. സർവജ്ഞൻ്റെ ഗുണം എന്താ വെച്ചാൽ നിശബ്ദതയാണ്. ശബ്ദം എന്ന് പറഞ്ഞാൽ രണ്ടാണ്. ഇതാണ് ആ വടുകര ആലിൻ്റെ ചുവട്ടിലുള്ള ചിത്രത്തെ പറ്റി പറയാറുണ്ട്. ഒരു ആലിൻ്റെ ചുവട്ടിൽ തെക്കോട്ട് ഭഗവാൻ ദക്ഷിണാമൂർത്തി ഇരിക്കുന്നു. ശിഷ്യന്മാരൊക്കെ വയസ്സന്മാരാണ്, അദ്ദേഹം ചെറുപ്പ. എന്നിട്ട് ഇവർ പല ചോദ്യങ്ങളും ചോദിക്കുക ദക്ഷിണാമൂർത്തിയോട്. അപ്പോൾ ഗുരുവസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യോസ്തു ഛിന്ന സംശയം എന്ന ശ്ലോകം. ശിഷ്യന്മാർ പല ചോദ്യം ചോദിക്കും. അതിനൊക്കെ ഉത്തരം മൗനാണ്. ആ മൗനം കണ്ടുകൊണ്ട് കുട്ടികൾക്കൊക്കെ അല്ലെങ്കിൽ ഇവർക്കൊക്കെ ഉത്തരം കിട്ടിയോളൂ. അതിങ്ങനെ ഒരു ചിന്മുദ്ര എന്നിങ്ങനെ കൈ ഇങ്ങനെ ഈ തളലിൻ്റെ ഈ ചൂണ്ടാൻ്റെ മുകളിൽ തളർ വെച്ചിട്ട് ചിന്മുദ്ര എന്ന് വരും. വളരെ പ്രധാനപ്പെട്ട മുദ്ര അത്.
ഈ ചോദ്യമൊക്കെ ചോദിക്കുന്നത് ഞാനുണ്ടെന്നും എനിക്ക് ചിലത് അറിയില്ല എന്നും ചിലത് അറിയിച്ചിട്ടാണല്ലോ. ഇതിൻ്റെ പേരാണ് ഈ വിരൽ ചൂണ്ടാൻ അഹങ്കാരം. അതിനെ ഒതുക്കി ഈ തള്ളവിരലുണ്ട്. അഹങ്കാരം ഒതുങ്ങിയാൽ പിന്നെ ചോദ്യം ഉണ്ടാവില്ല എന്നാണ് ഈ ഭഗവാൻ പറയണത്. അത് അവർക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഗുരുവിൻ്റെ വ്യാഖ്യാനം മൗനാണ്. ശിഷ്യന്മാർക്ക് സംശയമൊക്കെ തോന്നും. അഹങ്കാരം ഉണ്ടാകുമ്പോഴാണ് ഇപ്പം നമ്മളൊക്കെ ചോദിക്കുന്നത്. നമ്മൾ ഞാനുണ്ട് എന്നുള്ള ധാരണയിലാണല്ലോ ഈ സകല ചോദ്യം വരുന്നത്. ഞാനുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ ഈ ശരീരമുണ്ട്, ഞാൻ ഈ മനസ്സുണ്ട്, ഞാൻ ബുദ്ധിയുണ്ട്, അതൊക്കെ മാറുന്നത് നമ്മൾ അറിയണം. അപ്പം എങ്ങനെയാണ് അത് ഉണ്ടത്? എന്താണ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അല്ല ഉണ്ടായിക്കൊണ്ടിരിക്കണമെന്നോ അതോ ഉണ്ടെന്നോ? ഉണ്ടായിക്കൊണ്ടിരിക്കലും ഉണ്ടെന്നുള്ള തമ്മിൽ വ്യത്യാസമുണ്ട് ഇല്ലേ? ഉണ്ടെന്ന് എപ്പോഴും അതിന് പ്രസൻറ്റ് ടെൻസും ഇല്ല, പാസ്റ്റ് ടെൻസും ഇല്ല, ഫ്യൂച്ചർ ടെൻസും ഇല്ല. ഉണ്ട് അല്ലേ? അബ്രഹാം അല്ലെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനോട് ചോദിച്ചു, നിങ്ങൾ അബ്രഹാത്തിന് മുമ്പ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. അബ്രഹാം എന്നാണ് അവരുടെ ഉള്ളത്. അപ്പോൾ ക്രിസ്തുവിന് പറയുന്നത് ഞാൻ അബ്രഹാത്തിന് മുമ്പും ഉണ്ട് എന്ന് പറഞ്ഞു. ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ തെറ്റോടെ. കാരണം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ പിന്നെ അതിൻ്റെ ആ കാലം വരും. ഉണ്ടായിരുന്നു കാലത്തിന് അധീനമാണല്ലോ. ഉണ്ടെന്ന് പറഞ്ഞാൽ ഇന്നലെ ഉണ്ട്, ഇന്നുണ്ട്, നാളെ ഉണ്ട്. ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നുണ്ട്, നാളെ ഉണ്ടാവും, പോയി. കാരണം അത് പരിമിതമായി. ഇന്നലെ ഉണ്ട്, ഇന്നുണ്ട്, നാളെ ഉണ്ട്. അതവിടെ പറഞ്ഞത്. ഇതിന് കാലം ബാധകല്ല. ഹേതുനാനേന കൗന്ദയ ജഗത് വിപരിപർവത്തത്. ഇത് എന്തു ചെയ്യുന്നു? അവജാനന്തി മാം മൂഢ മാനുഷിം തനു ആശ്രിതം പരംഭാവം അജാനന്ദോ മമ ഭൂത മഹേശ്വരം. എന്നെ അപജാനന്തി അറിയുന്നില്ല. ആര്? മാം എന്നെ. മൂഢന്മാരെന്ന് പറഞ്ഞാൽ ഈ പരിമിതമായ ഇതൊക്കെ ഉള്ളൂ, നിലനിൽക്കണുള്ളൂ എന്ന് പറയുന്ന, അതായത് കാണുന്നത് മാത്രമേ ഞാൻ വിശ്വസിക്കൂ എന്ന് പറഞ്ഞു. അതിനെന്നെ പറഞ്ഞില്ല, കണ്ടതിനെ വിശ്വസിക്കണ്ട, അതിനെ തെറ്റാണ്. ഏതായാലും കാണുന്നത് മാത്രമേ ഉള്ളൂ. കണ്ടതൊന്നുമേ സത്യമല്ലെന്നത് മുമ്പേ കണ്ടങ്ങറിയുന്നു ചിലരിത്. അങ്ങനെയാണ്. ഈ കാണുന്നതൊക്കെ ഇന്നലെ ഇല്ല, ഇന്നുണ്ട്, നാളെ ഇല്ലാണ്ട് തോന്നും. അതല്ല വിവരമില്ലാത്ത ആളുകൾ. വിവരമില്ല എന്ന് പറഞ്ഞാൽ ബോധം ശക്തി കുറവുള്ളവർ. വിവരമില്ലാത്തവരാരുമില്ല. എല്ലാവർക്കും എന്തെങ്കിലും ഒരു വിവരമുണ്ട്. ഭ്രാന്തനുണ്ട് വിവരം, വിപരീത വിവരം എന്ന് മാത്രമേ ഉള്ളൂ. വിവരമില്ലാത്ത ഒരാൾ ഇവിടെ ഇല്ല. എന്നെ എന്ത് ചെയ്യുന്നു? മൂഢാചാർത്ഥം തെറ്റായ വിവരമുള്ളവർ. അല്ലാണ്ട് വിവരമില്ലാത്തവെന്ന് ഒരർത്ഥത്തൂടാ. കാരണം വിവരമില്ലാത്ത ഒരാളും ഇല്ല. എന്തെങ്കിലും വിവരമുണ്ട് ആൾക്ക്. ആ മൂഢ മാനുഷ്യം തനുമാശം. മനുഷ്യ ചലോ പരിമിതമായ മനുഷ്യനാണ് ഞാൻ എന്ന് ഈശ്വരനെ. ഇതൊക്കെ കേട്ടാൽ മറ്റുള്ള മതക്കാർക്ക് എന്ത് തോന്നുന്നില്ല, നമുക്ക് സംശയമില്ല. കൃഷ്ണനാ പറയണത് ഞാൻ ഈ ഇപ്പോൾ ചമ്മട്ടി പിടിച്ചിരിക്കുന്ന കൃഷ്ണനാണെന്ന് തോന്നണില്ലേ, അത് വിവരമില്ലാണ്ട് തോന്നുകയാണെന്ന് ഭഗവാൻ വ്യക്തമായിട്ട് പറയുന്നു. അവജാനിൽ മൂഢ മാനുഷ്യം തനു. ഇത് അർജുനനും പറ്റിയിട്ടുണ്ട്. ഇന്നൊരു അർജുനന് 11-ാം അധ്യായത്തിൽ പറയും, ഞാൻ അറിഞ്ഞില്ല അങ്ങയുടെ മഹത്തായൊക്കെ ഞാൻ അങ്ങനെ തെറ്റിദ്ധരിച്ചു പോയി എന്നൊക്കെ പറയുന്നുണ്ട്. മാനുഷ്യം തനു മാനുഷ്യം പരംഭാവം ഭാവമുണ്ടാവുക, പരം വിട്ടത്. ഈ ഉണ്ടാവുക ഇല്ലാതാവുക അതിനപ്പുറത്തുള്ള ഒന്നുണ്ട്, ഉള്ളത്. പരംഭാവം അജാനന്ദ, അതറിയാത്തതുകൊണ്ട് എന്ത്? മമ ഭൂത മഹേശ്വരം, ഞാൻ ഭൂതങ്ങളുടെയൊക്കെ മഹേശ്വരൻ. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒതുക്കി നിർത്താൻ സാധിക്കുന്നത്. ഐശ്വര്യം എന്ന് പറഞ്ഞിട്ടാണ്. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിമയനം വിശ്വതേജോഹരാണം എന്ന് നാരായണീയത്തിൽ പറയുന്നുണ്ട്. അല്ലാണ്ട് പണം എന്നർത്ഥമല്ല ഐശ്വര്യം. ഈശ്വരശക്തി എന്തിനും ഒതുക്കി നിർത്തുക. അത് അറിയാണ്ടേ ഞാൻ ശ്രീകൃഷ്ണനാണ്, ഞാൻ ക്രിസ്തുവാണ്, അല്ലെങ്കിൽ ഞാൻ അല്ലാഹു എന്നൊക്കെ പറയുന്നത് വിവരമില്ലാതെ പറയാണ്. കാരണം അവിടെയൊക്കെ വരുമ്പോൾ പരിമിതം വന്നു. വ്യക്തിസ്വരൂപമുണ്ടല്ലോ, അതല്ല ഞാൻ, അതും ഞാനാണ്, അത് സമ്മതിക്കാം. അതേ ഉള്ളൂ എന്നുണ്ടല്ലോ, അത് വയ്യാന്ന് പറയാം. അടുത്ത ശ്ലോകം. മോഹാശ മോഹകർമാണോ മോഹജ്ഞാന വിചേതസ രാക്ഷസീം ആസുരീം ചെയ്വ പ്രകൃതിയും മോഹിനിയും ശ്രീത. ഇത് 2-ാം അധ്യായത്തിൽ 44 ശ്ലോകത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവിടെ നോക്കൂ. മോഹാശ, ആശ എന്ന് പറഞ്ഞാൽ കിട്ടണം എന്നുള്ള മോഹം അല്ലേ? അപ്പം ഞാൻ പൂർണ്ണമല്ല എന്ന് വെച്ചിട്ടല്ലേ കിട്ടണു. അതാണ് അജ്ഞാനം. മോഹാശ. അതിനുവേണ്ടി മോഹകർമാണ് പല കർമ്മങ്ങളും ചെയ്യുക. എന്താണ്? മോഹജ്ഞാന, അവരെ ജ്ഞാനവും പൂർണ്ണമല്ല. വിചേതസ, ചേതസ് മനസ്സും പൂർണ്ണമല്ല. ആ പൂർണ്ണന്മാരാണ് കിട്ടണം എന്ന് വിചാരിക്കുക. കാരണം അതുതന്നെയാണ് അജ്ഞാനം. അവരുടെ അപൂർണത
ജ്ഞാനത്തിൻ്റെ അപൂർണതയാണ്. മോഹാശ മോഹകർമാണ മോഹജ്ഞാന വിജസ. അവരെന്ത് ചെയ്യുന്നു? രാക്ഷസയും ആസുരിയും ചെയ്യുക. രാക്ഷസന്മാരുടെയും അസുരരുടെയും ചെയ്യുക അവരുടെ പ്രകൃതിയെ, അവരെ പേരുള്ള പെരുമാറ്റം. മോഹിനി, അത് മോഹിപ്പിക്കുന്നതാണ്. എന്താ കാരണം? ഞാൻ അപൂർണനാണെന്ന് വിചാരിക്കുമ്പോഴല്ലേ ഇതൊക്കെ കിട്ടണം തോന്നുന്നത്. വാസ്തവത്തിൽ അതന്നെയാണ് നമ്മുടെ ജ്ഞാനമില്ലായ്മ. ഞാൻ ഈ ശരീരമാണെന്ന് വിചാരിക്കുമ്പോഴല്ലേ എനിക്ക് പലതും കിട്ടണമെന്ന് വിചാരിക്കുന്നത്. വളരെ വ്യക്തമാണ് ഞാൻ ശരീരമല്ല എന്നുള്ളത്. കാരണം എൻ്റെ ബാല്യം, എൻ്റെ യൗവനം, എൻ്റെ വാർദ്ധക്യമൊക്കെ എനിക്കറിയണം. അപ്പോൾ ശരീരം മാറിയിട്ടുണ്ട്, മനസ്സ് പലതും മാറിയിട്ടുണ്ട്, ബുദ്ധി മാറിയിട്ടുണ്ട്. ഇതിനെ കണ്ടുകൊണ്ടിരിക്കുന്നു ഞാൻ ഇതിനെ അറിയണമെങ്കിൽ ഞാൻ മാറ്റമില്ലാണ്ട് തുടരണമല്ലോ. ഇത് ചിന്തിക്കാൻ സാധിക്കണില്ല. ഞാൻ വയസ്സനായി ഞാൻ വയസ്സനായിട്ടില്ല, എൻ്റെ ശരീര വയസ്സായത്. എനിക്കെങ്ങനെയാണ് വയസ്സാവുക? കാരണം ഞാൻ ഈ ശരീരമല്ല. കാരണം ശരീരത്തിൻ്റെ ബോധമില്ലാതെ ഉറങ്ങുമ്പോൾ ഞാൻ ഉണ്ടേനി, മറ്റില്ല. ഇത് മനസ്സിലാക്കാണ്ടേ, അല്ലെങ്കിൽ പൂർണ്ണജ്ഞാനമില്ലാതെ അല്ലെങ്കിൽ വിപരീത ജ്ഞാനം ഉണ്ടാകുന്ന ആളുകൾ ഇവിടെ ഈ രാക്ഷസിയും ആസുരി എന്ന് പറഞ്ഞല്ലോ, ഇതിൻ്റെ വിവരണം ഇവിടെ പറഞ്ഞിട്ടില്ല. ഇത്രേ പറഞ്ഞുള്ളൂ. ഇതും പറയാനായിട്ട് ഒരധ്യായം വരിക. ഇനി 16-ാം അധ്യായത്തിൽ ദൈവാസുര സമ്പദ് വിഭാഗ യോഗത്തിൽ ആസുരന്മാരെ പറ്റിയുള്ള വർണ്ണനയൊക്കെ ഇനി 16-ൽ, അതായത് പൂർണ്ണത വന്ന് പുരുഷോത്തമ യോഗം കഴിഞ്ഞ ശേഷം ആണ് ഇതിനെ പറയാൻ പോകുന്നത്. അവിടെ വരും. അവിടെ ആരാണ് അസുരൻ? അസുരൻ എന്നുള്ളതിനും സുരൻ എന്നുള്ളതിനും സുര എന്ന് പറഞ്ഞാൽ സൂച വേണ്ട പോലെ ര കൊടുക്കുക. അതായത് താൻ പൂർണ്ണനാണ്, തനിക്കൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് അതൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. അതിലാണ് സൂരൻ. അല്ലാണ്ട് ദേവന്മാരെങ്ങനെ ഒരു കിരീടമൊക്കെ വെച്ചിരിക്കുന്ന ആളൊന്നും അർത്ഥമില്ല സൂരൻ. ആ സൂരൻ വെച്ചാൽ കൊടുക്കാത്ത ആളുകൾ. എന്താ കൊടുക്കാത്തവരൊക്കെ? മമതിയും അഹന്തിയും അവരാണല്ലോ. അഹന്തിയും മമതിയും ഉള്ള ശാരീരിക ബോധമുള്ള ആളുകളെയാണ് അസുരന്മാരെന്ന് പറഞ്ഞു. അല്ലാണ്ട് അവർ വർഗ്ഗമല്ല. ആരെല്ലൊക്കെ മനസ്സ് വികസിച്ചിട്ടില്ലയോ, ആരെല്ലാം ബുദ്ധി വികസിച്ചിട്ടില്ലോ, അവരൊക്കെയാണ് ആസുരന്മാരെ ആസുരം കാണിക്കുക. ആസുരം ചെയ്യുക. പ്രകൃതി മോഹിനിയും ശ്രുത, മോഹിപ്പിക്കുക വെച്ചാൽ മോഹം എപ്പോഴാണ് ഉണ്ടാവുക? ഞാൻ പരിമിത കേൾക്കുമ്പോൾ മോഹം എന്നുള്ളതിന് മോക്ഷം ഉണ്ടല്ലോ. മോഹം എപ്പോഴും കാമന ഉണ്ടെങ്കിലേ മോഹമുള്ളൂ. എനിക്ക് എന്ത് പണിയും കിട്ടാനുണ്ട്, അപ്പം ഞാൻ മോഹിക്കില്ല. ഭക്ഷണമാണ്, എന്ത് ഭക്ഷണം ആവശ്യിച്ച് അതിവിടെ കൊണ്ടുതരാൻ തയ്യാറുണ്ടെങ്കിൽ ഇന്നതൊരു സാധനം കിട്ടണമെന്ന് നമ്മൾ പിന്നെ ചിന്തിക്കില്ല. എന്തും കിട്ടില്ല എന്ന് തോന്നുമ്പോഴാണ് മോഹം വരുന്നത്. അത് അങ്ങനെ വരില്ല. ഒരു കുട്ടിയെ പറ്റി പറയണം, മോഹാശ. അസുരന്മാരും രാക്ഷസന്മാരും ജീവിതത്തിൽ തന്നെ എന്ന് നമ്മൾ കാണാൻ സാധിക്കും. അവരെ കുറ്റം പറയരുത്. കാരണം അവർ വാസനയ്ക്ക് അടിമപ്പെട്ടിട്ടിരിക്കുക. അപ്പോൾ അവർക്ക് ആ വാസന ഇല്ലാതെയാക്കി അവരെ നേരെയാക്കലാണ് നമ്മുടെ ഉത്തരവാദിത്വം. അല്ലാതെ അവരെ നിന്ദിക്കലല്ല. ആരെയും നിന്ദിക്കാൻ വയ്യ. കാരണം നമ്മൾ നിന്ദിക്കുന്നതൊക്കെ ആരെയാണ് അറിയോ? ബുദ്ധിയെ നിന്ദിക്കാം, ശരീരത്തെ നിന്ദിക്കാം, മനസ്സിനെ നിന്ദിക്കാം. കാരണം അതിനെ സ്തുതിക്കുകയും ചെയ്യാം. അവൻ മാറുമല്ലോ. ആത്മാവിനെ എങ്ങനെ നിന്ദിക്കുക? ആത്മാവിനെ എന്താ സ്തുതിക്കുക? അതുകൊണ്ട് ഭാഗവതത്തിൽ ഭാഗം വരുന്നുണ്ട്, ന നിന്ദേത ന സ്തുവീത. ഉദ്ധവരോട് പറയണ, ഉദ്ധവരെ ആരെയും നിന്ദിക്കരുത്, ആരെയും സ്തുതിക്കരുത്. എന്നിട്ട് വിനോബാജി പറഞ്ഞു, അതിൽ ആദ്യം പറഞ്ഞ് എനിക്ക് ആദ്യം മനസ്സിലായി. അത് ആരെയും നിന്ദിക്കരുത് എന്നുള്ളത്. ആരെയും സ്തുതിക്കാനും പാടില്ല ചോദിച്ചു. ഓരോ കാര്യം കൊണ്ട് തന്ന താങ്ക്സ് അതും പറയാൻ പാടില്ലേ ചോദിച്ചു. അപ്പോൾ പാടില്ല പറഞ്ഞു. കാരണം ആ പറയണത് അപ്പം നിങ്ങൾ ഇന്നു വിട്ടൊരാളെന്ന് മനസ്സിലായില്ലോ. അവളെ താങ്ക്സ് പറയണത് അല്ലേ? ഞാൻ തന്നെ അതെ. അപ്പോൾ പിന്നെ താങ്ക്സ് പറയണത് ഞാൻ അങ്ങനെ ഉറുമ്പടിച്ചൊന്നു ചൊറിഞ്ഞു. കയ്യിനോട് താങ്ക്സ് പറയാറ് നമ്മൾ. ഞാൻ കണ്ടിട്ടല്ലേ. അപ്പോൾ മറ്റേച്ച് വേറെ തോന്നുക, അത് വയ്യാനർത്ഥം. അതുകൊണ്ടാണ് അത്ര മനസ്സിരുത്തിയ ഭാഗവതം പറഞ്ഞത്, ന നിന്ദേത ന സ്തുവീത. ആത്മജ്ഞാനി ആരെയും നിന്ദിക്കാനും പാടില്ല, ആരെയും സ്തുതിക്കാനും പാടില്ല. സ്തുതിച്ചാൽ അലത്തിരി ഞാൻ നിന്ദിക്കും, ദ്വന്ദ്വുണ്ട്, അത് വയ്യ, അത് പാടില്ല പറഞ്ഞു. ഇനി അടുത്ത ശ്ലോകത്തിൽ മറ്റുള്ളവരങ്ങനെ, മഹാത്മാനസ്തു മാം പാർസ ദൈവീം പ്രകൃതിമാശ്രിത ഭജന്ത്യനന്യമസോ ജ്ഞാത്വ ഭൂതാദിം അവ്യയം. എന്തൊരു ഭംഗിയുള്ള ശ്ലോകങ്ങളാണ്. മഹാത്മാനസ്തു, മഹാത്മാവ് എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മൾ ആരാണ്? ശുഷ്കാത്മാവാണ്. ഞാൻ മാത്രമേ ഉള്ളൂ. ഇനി അതിലും താഴെയുള്ളൊരു കൂട്ടുണ്ട്, ദുരാത്മാവ്, മറ്റുണ്ടാവരുത് വരിക്കുക. ഇത് മഹാത്മാവല്ല, എല്ലാം ഞാനാണ്. വാസുദേവ സർവമിതി സ മഹാത്മാ സുദുർലഭ. എത്ര ഭംഗിയായിട്ട് ഗീത പറയുന്നത്. കാണുന്ന മുഴുവനും ഈശ്വരനാണെന്ന് കാണുന്ന ആളാണ് മഹാത്മാ. മഹാത്മാനസ്തു മാം പാർത്ഥ ദൈവീം പ്രകൃതിം ആശ്രിത. അവർ ദേവി ചില കൊടുക്കുക,
ദേവന്മാരെന്ന് പറഞ്ഞാൽ എന്താണ് ഈ ലോകത്തിൽ അർത്ഥം അങ്ങനെയല്ല. അതൊക്കെ ഒരാളല്ല. ദേവി എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതിയിലുള്ള ശക്തികളെയാണ് ദൈവം എന്ന് പറയുന്നത്. ഇന്ദ്രനും വരുണനും എന്നൊക്കെ പറയുന്നതിനെ തന്നെ അർത്ഥം എന്ന് വെച്ചാൽ വരുണൻ എന്ന് പറഞ്ഞാൽ എന്താണത്? വെള്ളത്തിൻ്റെയാണ് അല്ലേ? സൂര്യദേവൻ, വരുണദേവൻ, അങ്ങനെയല്ലേ? പിന്നെ വായുദേവൻ, ഭൂമിദേവി ഉണ്ടല്ലോ. അപ്പോൾ ദേവൻ എന്ന് പറഞ്ഞാൽ ഒരാളാന്ന് ധരിക്കരുത്. പലപ്പോഴും വിഷമം ഇങ്ങനെയാണ്. നമ്മളൊക്കെ പഠിച്ചു വെച്ചിട്ട് കഥകളിയൊക്കെ കണ്ടിട്ട് ദേവൻ എന്ന് പറഞ്ഞാൽ ചില പ്രത്യേകിച്ച് വേറെ വികൃത വേഷമായ അത് അസുരൻ, മറ്റേത് രാക്ഷസൻ എന്നൊക്കെ വേഷങ്ങളെ കണ്ടിട്ടാണ്. ഇതല്ല, ഭഗവത്ഗീതയൊന്നും അതിന് പറഞ്ഞിട്ടില്ല. എന്താണ് പറഞ്ഞത്? മഹാത്മാനസ്തു മാം പാർത്ഥ ദൈവീം പ്രകൃതി. അവരെങ്ങനെയാണ് ആശ്രിത കൊടുക്കുക. കാരണം അവർക്കൊന്നും ഇങ്ങോട്ട് എടുത്തു വയ്ക്കാലേ പൂർണ്ണനാണ്. വായുവിന് ഇപ്പം എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? കൊടുക്കാൻ തയ്യാറാണ് ആശ്രിത. അവരെന്ത് ചെയ്യുന്നു? ആശ്രിത ഭജന്തി അനന്യമനസ്സോ. അവർ അനന്യമായ വേറൊരു ആവശ്യമില്ലാട്ടെ. എങ്ങനെ? ഭൂതു ജ്ഞാത്വ അറിഞ്ഞിട്ട് ഭൂതാദിം അവ്യയം, ഭൂതങ്ങളുടെ ആദി എവിടെ നിന്നാണോ ഈ ഉണ്ടായത് അതിനെ, അപ്പോൾ ഉള്ളതിനെ. അതെങ്ങനെയാണ്? അവ്യയം, ഏത് കാലത്തും നശിക്കാത്തത്, തുടക്കമില്ലാത്തതും നശിക്കാത്തതുമായ എന്നെ. അവർ അങ്ങനെ ദേവീ പ്രകൃതി, അതായത് എല്ലാം കൊടുക്കണം വിചാരിക്കുക. കൊടുക്കണം വിചാരിക്കുമ്പോൾ അയാൾക്ക് എന്തെന്നോ ഞാൻ ആത്മാവാണ്, എനിക്കൊന്നും ആവശ്യമില്ല, പൂർണ്ണനാന്ന് അറിഞ്ഞൂല്ലോ. അയാളെ മഹാത്മാവ് പറഞ്ഞത് മനസ്സിലാവുന്നില്ല. ഈ പറഞ്ഞതൊക്കെ മഹാത്മാനസ്തു മാം പാർത്ഥ ദേവീം പ്രകൃതി മാഷിത ഭജന്തി അനന്യമസോ ജ്ഞാത്വ ഭൂതാദിം അവ്യയം. അവരെങ്ങനെയാണ് ഭജിക്കുക എന്നുള്ളത് ഈ പറഞ്ഞത്. സതതം കീർത്തയന്തോ മാം യതന്തശ്ച ദൃഢവൃത നമസ്യന്ത മാം ഭക്തിയ നിത്യയുക്ത ഉപാസതെ. സതതം കീർത്തയന്തോ, അവരെല്ലാപ്പോഴും കീർത്തിക്കും. കീർത്തനം കീർത്തയന്തോ മാം എന്താണ്? യതന്ത യത്നിക്കും ചെയ്യും. ദൃഢവ്രത, അതിൽ വ്രതമുള്ളവരാണ്, വളരെ ദൃഢമുണ്ട്. നമസ്യന്ത്യ, അവരെന്നെ നമസ്കരിക്കും. മാം ഭക്തിയ നിത്യയുക്ത, എപ്പോഴും യുക്തന്മാരാണ് അവർ. ഉപാസത്തെ, ഓരോ വാക്കിനും കുറച്ച് അർത്ഥം പറയേണ്ടി വരും. ഇവിടെ കീർത്തയന്ത എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു ധാരണ, നാമം ചെല്ലുക, അല്ലെങ്കിൽ ഒരു ഭജന ഗോഷ്ഠിനായിട്ട് എല്ലാവരും കൂടി പാടുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്നിട്ടില്ല. ഇനി കീർത്തി എന്നുള്ള വാക്ക് എവിടുന്നാണ് വന്നതെന്നുള്ളത് എന്ന് പറഞ്ഞാലേ പറയണു. പ്രശസ്തി എവിടുന്ന് വന്നു? ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണത്തോട് പറയാം. ഞാനൊരു നേന്ത്രവാഴ വെക്കുന്നു. ഞാൻ അതിന് പലതരം വളങ്ങളൊക്കെ കൊടുത്ത് ഓരോ ഇതിലും 120 കായ, അങ്ങനെ ഒരു 25. അപ്പോൾ ആട്ടുന്നൊക്കെ ആൾ വരും. ഹായ്, എന്താ ഇതിൻ്റെ ഒരു വാഴ കൃഷി? ഇപ്പോൾ സാധാരണ ഒരു 12 കായൊക്കെ ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ 120 കായും ആ വരുന്ന വലുതും. അപ്പോൾ അവർ ചോദിക്കും. അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കും, ഇതാ ഇന്ന മാതിരി വളം ചെയ്യുക, ഇന്ന കാര്യം ചെയ്യുക, അതൊക്കെ ചെയ്ത് ഇങ്ങനെ നോക്കിയിട്ടാണ് അതൊക്കെ ഉണ്ടായത് എന്ന് പറഞ്ഞാൽ അപ്പോൾ അവർക്കത് മനസ്സിലായി. അപ്പോൾ എന്നെ പുകഴ്ത്തുക എങ്ങനെയുണ്ടോ? കീർത്തി, അതാണ്. അതേ മഹാകേമനാണ്, നല്ല വാഴ കച്ചവടമില്ല. അതല്ല, ഞാൻ ഈ പറഞ്ഞു കൊടുത്തത് നിങ്ങളൊക്കെ കേൾക്കും. എന്നിട്ട് നിങ്ങൾ വീട്ടിൽ അവിടെയൊക്കെ പോയിട്ട് അതേപോലെ തന്നെ വാഴ ഉണ്ടാക്കും. അപ്പോൾ ധാരാളം വലിയ കാണും. അപ്പോഴാണ് എൻ്റെ കീർത്തി വളരുക. അല്ലാണ്ട് ഞാൻ കേമനാന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ നേന്ത്രക്കായ്ക്ക് എപ്പോഴും 12 കായനേ ഉള്ളൂ, ചപ്പൻ എന്ത് കീർത്തിയുള്ളത്? ഇല്ല. അപ്പോൾ മനസ്സിലാക്കി പറയുന്നത് കീർത്തനം എന്ന് പറയുന്നത് എന്നെപ്പറ്റി ബഹുമാനിക്കുക വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ജീവിക്കുമ്പോഴല്ലേ. അല്ലാതെ ഒരു എന്താ കുഴുതാൾ കൊടുത്തിട്ട് വളരെ നല്ല കായ ഉണ്ടാക്കലാണെങ്കിൽ ഇങ്ങനെ പാട്ടിയിലിട്ടിപ്പോൾ എന്താ കാര്യം? എനിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. എന്നെപ്പോലെ നിങ്ങൾ പറയുക. അപ്പോൾ വളരെ വ്യക്തത നോക്കാം. ഈ നമ്മുടെ വിചാരം കീർത്തനം എന്ന് പറഞ്ഞാൽ ഭജന ഒക്കെ ചെല്ലാനായിട്ട് ഭഗവാനെ പറ്റി പറയും. അപ്പോൾ ലേഖം ഒരു രസമൊക്കെ കിട്ടും. അത് കഴിഞ്ഞാൽ പഴയ പട്ടിലേക്ക് തന്നെ വികാര പരവേശന്മാരായിട്ട് ജീവിക്കുന്നവരുണ്ട്. അതിന് ഈ ഗീത അത് പറഞ്ഞിട്ടില്ല. എന്നെ കീർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് പ്രകാരം ജീവിക്കുമോ അതുപോലെ ജീവിക്കുന്ന ആളെയാണ് എന്ത് പറയണത്? കീർത്തിക്കുക. അപ്പോൾ ഭഗവാനെ കീർത്തിക്കുക വെച്ചാൽ ഭഗവാൻ എങ്ങനെ എന്തൊക്കെ ചെയ്തുവോ അതൊക്കെ ഞാൻ ചെയ്യണം. അല്ലാണ്ട് ഭഗവാൻ വളരെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഞാനൊന്നും ചെയ്യില്ല വെച്ചാൽ അതിന് കീർത്തനം എന്ന് അർത്ഥമില്ല. ആണ് എന്താണ് സതതം. അത് സതതം എന്ന് വാക്കിയിരുന്നു എല്ലപ്പോഴും. കുറച്ച് ദിവസമുണ്ട്, അത് കഴിഞ്ഞില്ല. സതതം കീർത്തനം തുമ്മാം യതന്തശ്ച. അതാണ് ആ യതന്ത എന്ന വകന അവിടെ യത്നിക്കണം. എന്തിന്? ഭഗവാനുള്ള ഗുണങ്ങളൊക്കെ എനിക്കിലുണ്ടാവാനായിട്ട് ഞാൻ യത്നിക്കണം. അതാണ് ഭക്തന്മാർ. എന്താ വെച്ചാൽ അങ്ങനെ ദൃഢവ്രത, വളരെ ഉറച്ച വ്രതം എടുത്തുണ്ട്. ഈ വ്രതം എടുക്കലും
വ്രതം എടുക്കാനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ ഇനി മുതൽക്ക് സിഗരറ്റ് വലിക്കില്ല എന്ന് വ്രതം എടുത്തു. ചിലർ പറയും വ്രതം എടുക്കണോ, ഇനി വലിക്കില്ല എന്ന് വെച്ചാൽ പോരെ. ഗാന്ധിജിയോട് കുമാരപ്പ എന്നൊരാളുണ്ട് മഹാത്മാവ്. അപ്പോൾ അദ്ദേഹം ഇതുമായി തന്നെ മുളക് കഴിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ ഇനി കഴിക്കുന്നില്ല പറഞ്ഞു. വ്രതം എടുത്തു ചോദിച്ചു ഗാന്ധിജി. അതിൽ വ്രതം ഒന്നും എടുത്തിട്ടില്ല, ഞാൻ കഴിക്കുന്നില്ല, പിന്നെ എന്തിനും ഇതിന് വ്രതം എടുക്കണം. അപ്പോൾ ഗാന്ധി അങ്ങനെ പോരാ, വ്രതം എടുക്കേണ്ട ആവശ്യമുണ്ട്. എന്താ കാര്യം ചോദിച്ചു. അപ്പോൾ കഴിക്കില്ല അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്. ചിലപ്പോൾ രസം തോന്നിയാൽ ഒന്ന് കഴിച്ചാൽ വ്രതമൊന്നുമില്ലല്ലോ, അത് പറ്റില്ല, വ്രതം തന്നെ എടുക്കണം. അതിനൊരു ഉദാഹരണം പറഞ്ഞു. പാമ്പ് ഇങ്ങനെ ഓടി വരുമ്പോൾ ഞാൻ കഴിയുന്നതും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും എന്നോ പറയാം, ഞാൻ ഓടി രക്ഷപ്പെടും എന്നോ പറയാം. ഓടി രക്ഷപ്പെടും തന്നെ പറയാം, കഴിയുന്നതൊന്നുമല്ല. പിന്നെ കഴിയാണ്ട് വന്നാൽ നിർത്തിയില്ല എന്നല്ലാട്ടെ, ഞാൻ ഓടി രക്ഷപ്പെടും, അതെൻ്റെ വ്രത. പിന്നെ വഴിയിൽ വീണു, അത് കടിച്ചു, അത് നിർത്തിയില്ല, വ്രതം എടുക്കണം. അപ്പോൾ നമ്മൾ ഓരോ കാര്യത്തിനും അതിനാണ് ബ്രഹ്മചര്യ വ്രതം എന്ന് പറഞ്ഞു. നമുക്ക് അത് ഇപ്പം ഞാൻ സിഗരറ്റ് വലിക്കില്ല എന്ന് വ്രതം എടുക്കണമ്പോൾ സിഗരറ്റ് വലിക്കുന്നത് നന്നല്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ടാവും. ബോധ്യം വന്നാൽ പിന്നെ നിങ്ങൾ കഴിയുന്നതും വലിക്കില്ല എന്നല്ല പറയാം, ഞാൻ ഇനി വലിക്കില്ല എന്ന് തന്നെ. അതുമാതിരി ഇവിടെ ഭഗവാൻ പറഞ്ഞു, ഈ മഹാത്മാക്കൾ എങ്ങനെയാണ് ദൃഢവ്രതന്മാരാണ്. എന്തല്ലേ യഥന്ത അല്ലേ. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു, നിത്യയുക്ത. അവർ യുക്തന്മാരല്ല, യുക്തൻ ഭഗവാൻ ചേരുക, നിത്യയുക്ത വിട്ടിട്ട് നേരില്ല. അതായത് നിരപേക്ഷ ഭാവേ അവർക്ക് എപ്പോഴും ഉള്ളൂ, സാപേക്ഷ ഭാവം ഇല്ല. അവരെന്താണ് ഉപാസന. ക്ഷേത്രം, ഇപ്പോൾ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോവുക, ക്ഷേത്ര ദർശന ആളുകൾ നടക്കുന്നത് അതല്ല. വേദങ്ങളിൽ ഒരു പ്രത്യേക ഭാഗം തന്നെ ഉണ്ട്, ഉപാസനാഖണ്ഡം. അതാണ് ഇപ്പോൾ അമ്പലത്തിൽ പോകുമ്പോൾ വേണ്ടത്. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഇന്ദ്രിയങ്ങൾ മാത്രമേ അമ്പലത്തിൽ പോകണുള്ളൂ, മനസ്സ് പോകുന്നില്ല. മനസ്സ് അവിടെ വേറെ പോലെ എടുത്തുക. അതുകൊണ്ട് അമ്പലം ശരിയാവാത്തത്. കാരണം നേരെ ആവേണ്ടത് മനസ്സാണ്, കണ്ണും കാലും കൊണ്ടുമല്ല മനസ്സ്. ആസത ഒപ്പം ഇരിക്കുക എന്നർത്ഥം ഉപാസന. അതായത് നിങ്ങളുടെ മനസ്സ് കുറച്ച് നേരമെങ്കിലും ഈശ്വരൻ്റെ ഒപ്പം ഇരിക്കുക, അതിനാണ് അമ്പലത്തിൽ പോകുന്നത് ഉപാസന. അല്ല അവിടെ അങ്ങനെ ഇരുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഉപാസനയില്ല. നിങ്ങളിപ്പോൾ നമ്മളൊക്കെ ചെയ്യുന്നത് ക്ഷേത്ര ദർശന, കണ്ണ് അവിടെ പോകണുള്ളൂ, മറ്റൊന്നും പാടില്ല. അതുകൊണ്ടാണ് നമുക്ക് മനസ്സിനൊരു വ്യത്യാസം വരാത്തത് അമ്പലത്തിൽ കഴിഞ്ഞ് വരുന്നത്. ഉപാസനയാണെങ്കിൽ മനസ്സ് ശുദ്ധാവും, ഈ പറഞ്ഞ മാതിരി ഈശ്വരനെ ഇവിടെ ഉള്ളു തോന്നും, ആനന്ദം തന്നെ വരും. ഇത് അപ്പോൾ ഇങ്ങനെ ഭക്തന്മാർ എന്നെ എന്ത് ചെയ്യുന്നു, നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ അത് വിനയത്തിനെ കാണിക്കാനാണ്. ബഹുമാനം, ഞാൻ കേമനാണെന്നുള്ള ആൾക്ക് മറ്റൊരാളെ നമസ്കരിക്കാൻ വയ്യ. കാരണം ഞാൻ ഇത്ര വലിയ ആളെങ്ങനെയാണ് നമസ്കരിക്കുക എന്നുണ്ടോ, അത് വയ്യ. എന്താണ് വിനയം ഉണ്ടെങ്കിൽ നമസ്കരിക്കണം. നമസ്കരിക്കുക വെച്ചാൽ ഞാൻ നിങ്ങളുടെ അല്ലെങ്കിൽ ഈശ്വരൻ, നിങ്ങളുടെ ശരീരത്തിനെ അല്ല നമസ്കരിക്കുന്നത്, ഞാൻ നിങ്ങളിൽ ഈശ്വര ശക്തിയല്ല ഞാൻ നമസ്കരിക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് കാക്ക ഗോവിന്ദായ നമ എന്ന് പറഞ്ഞിട്ടൊരാൾ നമ്മുടെ മഹാത്മാവിനെ പറഞ്ഞിട്ടുണ്ട്. കാക്കയല്ല, കാക്കയിലുള്ള ഗോവിന്ദനെയാണ് നമസ്കരിക്കുന്നത്. അതിന് പട്ടി ഗോവിന്ദായ നമ, പട്ടിയല്ല നമസ്കരിക്കുന്നത്. അപ്പോൾ അയാളെന്ത് ചെയ്യുന്നു, കാട്ടാളനെയും അല്ലെങ്കിൽ തട്ടിപ്പറക്കാരനെ കണ്ടാലും ഒക്കെ ഭാഗവതത്തിലുണ്ട്, അവരെല്ലാവരെയും നമസ്കരിക്കണം. അതായത് അയാൾ മഹത്തായ ഈശ്വര ദർശനം ഉണ്ടായി, അതാണ് ഭക്തി. അയാളുടെ മനസ്സിലാണ് വ്യത്യാസം, അല്ലാണ്ട് ശരീരത്തിലല്ല. അതിൽ എന്താണ് കുറിയുടെ അല്ലെങ്കിൽ മാല ചാർത്ത് തന്നുകൊണ്ട് കാര്യമില്ല, മനസ്സ്, അതാണ് ഉപാസത നമുക്ക്. ഇത് അപ്പം ആദ്യം ആസുരന്മാരെ പറഞ്ഞു, ഇനി മഹാത്മാക്കളെ പറ്റി പറഞ്ഞു. ഇനി ഒരു ഇത് കൂടിയിട്ടെന്നുള്ളത്, ഇപ്പോൾ സമയം ഏകദേശം 1.5 ആവാറായി മണിക്കൂർ. ഇനി ജ്ഞാനം കൊണ്ട് ഉപാസിക്കുന്നു പറയാണ്, അത് അടുത്ത പ്രാവശ്യം പറയാം.